പുള്ളിക്കൊരു ഉള്ളിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് പുള്ളി സൂക്ഷിച്ച വ്യക്തിയാണെന്ന് 100% ഐ എം ഷുവർ. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ എത്രയോ കാര്യങ്ങൾ ദൈവം കരുണ ചെയ്തത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴുള്ള ഭയം, ഇത്രയും എന്നെ കൺസിഡർ ചെയ്ത ദൈവത്തെ ഞാൻ ഇത്രയും സ്നേഹിച്ചാൽ മതിയോ, ഇത്രയും കർത്താവിന് വേണ്ടി നിന്നാൽ പോരല്ലോ എന്നുള്ള ഒരു അപകർഷതാ ബോധമാണ് എനിക്കിപ്പോൾ ഉള്ളിലുള്ളത്. പുള്ളി സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പ്രാർത്ഥിക്കും. എന്നാൽ സാധാരണ എല്ലാവരും പറയത്തില്ല, കർത്താവേ മക്കളെ അങ്ങനെ ആക്കണേ ഇങ്ങനെ ആക്കണേ എന്ന്. ഒന്നും പ്രാർത്ഥിച്ചു. ഈ മക്കളുടെ വിഷയത്തിലൊക്കെ പുള്ളിക്ക് ആകുലതയൊന്നും ഇല്ലായിരുന്നു. അതാ പറഞ്ഞേ, മക്കൾക്ക് വേണ്ടി ഒന്നും, അയ്യോ മക്കൾ കർത്താവേ എന്നാൽ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെ കൊച്ചുമക്കളെ, അതൊന്നും പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അത്ഭുതം. ഈ സ്പിരിച്വൽ ഫീൽഡ് അല്ലാതെ പുള്ളിക്ക് പ്രാർത്ഥനാ വിഷയം ഒന്നും പതിവില്ല. പക്ഷെ ഇന്ന് അത് പറഞ്ഞാൽ ആർക്കും ദഹിക്കത്തുമില്ല. ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് യശശരീരനായ പാസ്റ്റർ എം.ഇ. ജേക്കബിൻ്റെ കല്ലുമല കുഞ്ഞുമോൻ ചായൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഉണ്ണി ജേക്കബ് നമ്മളോട് സംസാരിക്കുവാൻ പോകുകയാണ്. ഉണ്ണി ജേക്കബ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വാഭാവികത തോന്നാം. ഉണ്ണി എന്നുള്ള പേര്, എങ്ങനെയാണ് ഉണ്ണി എന്നുള്ള പേര് വന്നത്? അത് തന്നെ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. അമ്മച്ചിക്ക് ഉണ്ണി എന്നുള്ള പേര് വന്നത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. എൻ്റെ സാക്ഷിയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം തന്നതിന് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എൻ്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാനിങ്ങനെ ഉണ്ണീന്ന് പേര് വരാനുള്ള കാരണം, ഞാൻ ജനിച്ചത് പാലക്കാട് എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ്. അതായത് ഹിന്ദുക്കൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടല്ല എങ്കിലും ഞങ്ങളവിടെ യഥാർത്ഥമായി ദൈവമക്കളായിട്ട് തന്നെ അവിടെ ജീവിക്കാൻ ദൈവം കൃപ തന്നു. എൻ്റെ മാതാവിന് അവിടെ ഒരു ജോലി സംബന്ധമായ ഒരു അധ്യാപികയായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് ഞങ്ങൾ ചെന്നെത്തുവാൻ കാരണമായത്. പിതാവിൻ്റെ സ്ഥലം കുട്ടനാട്, ചേന്നങ്കരി എന്ന് പറയും. ചേന്നങ്കരിക്കാരനാണ്. ചേന്നങ്കരി തോമാച്ചൻ എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾക്കൊക്കെ അറിയാം. അതായത് പെന്തക്കോസ്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാസ്റ്റർ കെ എബ്രഹാമിനോടൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചേന്നങ്കരി തോമാച്ചൻ. ഓക്കെ. അപ്പോൾ അദ്ദേഹം, എൻ്റെ മാതാവും കുന്നംകുളത്താണ് വീട്. മാതാവും എൻ്റെ പിതാവും രണ്ടുപേരും അവരുടെ ഭവനങ്ങളിൽ നിന്ന് ആദ്യ ഫലങ്ങളായിട്ട് വിശ്വാസത്തിൽ അവരെല്ലാം സാമുദായികമായി, മദറാണെങ്കിൽ അമ്മയുടെ ഭവനം എന്ന് പറഞ്ഞാൽ യാക്കോബായുടെ വലിയ, പ്രത്യേകിച്ച് കുന്നംകുളം അവരുടെ ഒരു കേന്ദ്രമാണ്. അവിടെ അടുപ്പൂട്ടിക്കുന്നെന്ന് പറഞ്ഞു, അടുപ്പൂട്ടിക്കുന്നിൽ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പോഴേ ഇങ്ങനെ വിശ്വാസത്തിന് ഇറങ്ങി തിരിഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം മൂത്ത ബ്രദർ ചോദിച്ചു, നീ ഇങ്ങനെയൊക്കെ പോയാൽ നീ മരിച്ചാൽ നിന്നെ എവിടെ കൊണ്ട് അടക്കും എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചിയുടെ മറുപടി, എന്നെ നിങ്ങൾ അടക്കുമൊന്നും വേണ്ട, അടുപ്പൂട്ടിക്കുന്നില്ലേ അതിൻ്റെ മുകളിൽ എന്നെ കൊണ്ട് എൻ്റെ ഡെഡ് ബോഡി കൊണ്ട് വെച്ചാൽ മതി, അവിടെ വെച്ച് എല്ലാം പറവകളെല്ലാം കൊണ്ടുപോയി. അത്രയ്ക്കുള്ള തീക്ഷ്ണതയോടുകൂടിയ വിശ്വാസമായിരുന്നു എൻ്റെ മദറിന്. അങ്ങനെ എൻ്റെ പിതാവാണെങ്കിൽ അങ്ങനെ മദറിനെ ഈ പറഞ്ഞ പോലെ ഒരു ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, ആ ജോലിയുള്ള ബന്ധത്തിലാണ് പാലക്കാടാകാൻ കാരണമായി തീർന്നത്. പിതാവാണെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ നല്ലതുപോലെ ആൽവേ ക്രിസ്ത്യൻ കോളേജിൽ ഗ്രാജുവേറ്റ് ചെയ്ത ആളാണ്. എങ്കിലും അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് ബി.ഡിക്ക് സെറാംപൂർ കോളേജിൽ പോയതാണ്. അന്ന് കാലത്ത് സെറാംപൂർ കോളേജിൽ പോയി മിക്കവാറും കോഴ്സ് എല്ലാം കഴിഞ്ഞു പുള്ളി ഒരു അച്ഛനാകണമെന്നുള്ള ആത്മീയ താല്പര്യമാണ്, അതിലാ പോയത്. പക്ഷേ അവിടെ വെച്ച് വചനം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി സ്നാനം എന്നുള്ളതാണ് ആക്ച്വലായിട്ടുള്ള സ്നാനം. സെറാംപൂരിൽ പഠിക്കുമ്പോഴാണ് ആ വെളിപ്പാട് കിട്ടിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അത് പിന്നെ കംപ്ലീറ്റ് ചെയ്തില്ല. He came back from that institution with this particular revelation. ഏത്? വിശ്വാസ സ്നേഹം.
സ്നാനം എന്നുള്ളത്. അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ട് അവിടെയും ഒത്തിരി തിരുമേനിമാരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് ഗുണദോഷിച്ചപ്പോഴൊക്കെ പറഞ്ഞു അങ്ങനെയല്ല, വചനം ഇതാണ് സത്യം എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ മാത്രം അങ്ങ് ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത്രയും ദൂരെ നിന്ന് കല്യാണം നടക്കാൻ കാരണം എന്ന്. മറ്റേത് കുന്നംകുളം ഇത് ചേന്നങ്കരി. അപ്പോഴേ ഇപ്പോൾ പാസ്റ്റർ ഈ എബ്രഹാം സാറപ്പച്ചൻ എന്ന് പറയുന്ന അവരൊക്കെ ആയിരുന്നു അതിൻ്റെ ആ സമയത്ത്. അപ്പൊ അവരെല്ലാം കൂടെ ആലോചിച്ചാണ് ഈ വിവാഹം. അന്ന് തന്നെ കുന്നംകുളത്ത് IPCക്ക് ഒരു സഭയുണ്ടായിരുന്നു. അതെ അതെ, എനിക്ക് ഓർമ്മ. അങ്ങനെ അവരെ ആലോചിച്ചാണ് ഈ വിവാഹം നടക്കാനിടയായി തീർന്നത്. അങ്ങനെ ആരെ കല്യാണം നടത്തിയത്? കല്യാണം നടത്തിയത് സാറപ്പച്ചൻ തന്നെ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മച്ചിക്ക് ജോലി ഉള്ളത് കൊണ്ട് അമ്മച്ചി പാലക്കാട്ട് അങ്ങനെ അവിടെ വെച്ച് ഞാനും ജനിക്കുന്നു. 1940 പാലക്കാട് വെച്ച് ഞാൻ അവിടെ ജനിക്കുന്നു. എനിക്കൊരു സിസ്റ്ററുണ്ട് 2 വയസ്സിന് മൂത്തത്. എനിക്കിപ്പോൾ 85 വയസ്സുണ്ട്. എൻ്റെ ചേച്ചിയുടെ പേര് ലീലാമണി. അങ്ങനെ 2 പേരും മക്കൾ. അങ്ങനെ ഞങ്ങളവിടെ. അപ്പോൾ അപ്പച്ചൻ സുവിശേഷ വേലയുടെ ഒരു താല്പര്യത്തിലാണ്. അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജോലിക്കൊന്നും പോകത്തില്ല, പിന്നെ ജോലി ചെയ്യുന്നെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അന്നേരം അപ്പച്ചൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് യാത്രയും പോവുകയൊക്കെ ചെയ്യുന്ന പതിവുണ്ട്. അപ്പം അങ്ങനെ പാലക്കാട് ആയിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്. അങ്ങനെ പറയാൻ നിവർത്തിയില്ല. ഒരു അങ്ങനെയുള്ള ഒരു ട്രഡീഷനൊന്നും നമ്മൾ വില കൊടുക്കില്ല. കടുത്ത സുറിയാനി ക്രിസ്ത്യാനി പാരമ്പര്യത്തിൽ നിന്ന് വന്ന 2 കുടുംബങ്ങൾ വന്നവര് അവര് മക്കൾക്ക് പേരിട്ടപ്പോൾ ഇത്ര ഡിഫറന്റ് ആയിട്ടുള്ള പേര്. ഡിഫറന്റ് എന്ന് പറഞ്ഞാൽ ലീലാമണി, ദാറ്റ് ഈസ് ഓക്കെ, അത് വേണമെങ്കിൽ ലീലാമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ അതും പിന്നെ അങ്ങനെ നമുക്ക് പറയേണ്ട കാര്യമില്ല. എനിവേ എന്നെ കൊച്ചിലെ ഉണ്ണിന്ന് വിളിച്ചിട്ട് അങ്ങനെ അങ്ങ് പേരായി പോയതേ ഉള്ളൂ, അല്ലാതെ അത് മറ്റു വിധത്തിലൊന്നുമല്ല. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ കോളേജിൽ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചു ഇതാണോ പേര്? വീട്ടിൽ പോയി ചോദിച്ചു വേറെ പേര്. ഞാൻ പറഞ്ഞു ഇത് തന്നെ എൻ്റെ പേരെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വിക്ടോറിയ കോളേജ് പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ അപ്പം അങ്ങനെ ഞാൻ ഈ പേര് അങ്ങനെ തന്നെ അങ്ങ് സെറ്റിൽഡായി. അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഇതെന്താ ഇങ്ങനെ ഉണ്ണി തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനതങ്ങ് യൂസ്ഡായി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് അവളെ ആരും കളിയാക്കരുത് ഉണ്ണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ പോയി. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറഞ്ഞേ പറ്റൂ. കർത്താവിൻ്റെ വേലയിൽ അപ്പോഴേ ഇങ്ങനെ IPCയിൽ ഇങ്ങനെ നിന്നു. കുറച്ച് നാളിങ്ങനെ മുമ്പോട്ട് പോയി. കാലക്രമേണ ഇൻ ഡ്യൂ കോഴ്സ് അതിൻ്റെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെ പണ്ടത്തെ CPM-കാരുമായിട്ടൊരു കണക്ഷൻ, അങ്ങനെ ഒരു കണക്ഷൻ വന്നപ്പോൾ അവിടെ അവർ കാര്യമായിട്ടൊക്കെ പാസ്റ്റർ ആൽവിനും പാസ്റ്റർ ബെഞ്ചമിനൊക്കെ പാസ്റ്റർ ബെഞ്ചമിനൊക്കെയാണ് അന്നേരം. പാസ്റ്റർ പോൾ മരിച്ചു പോവില്ല. അതെ, അങ്ങനെ ഏതായാലും ആ ബന്ധത്തിൽ അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പോൾ അവരാണെങ്കിൽ കുടുംബമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയെങ്കിലേ അവർ അംഗീകരിക്കത്തുള്ളൂ. അങ്ങനെയാണ്. പക്ഷേ ഇൻ ദിസ് കേസ് അപ്പച്ചൻ്റെ കേസിൽ അവരൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് അപ്പച്ചനെ കൺവെൻഷനൊക്കെ കൊണ്ടുപോയി. പുള്ളിക്ക് നല്ല ഒരു സൗണ്ട്, ഞാൻ കേട്ടിട്ടുള്ളതാണ്, നല്ല സൗണ്ടും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, പഠിച്ചിട്ടുമൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു പ്രാസംഗികനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ അവസാനം ശുശ്രൂഷിച്ച ദൈവവചനം ഒരാൾ എന്നോട് പറഞ്ഞു, ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ നീ എൻ്റെ മുൻഭാഗം നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു വചനം ഞാൻ പറയുക. അങ്ങനെ അപ്പച്ചൻ അങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു കൺവെൻഷന് പാളയംകോട്ട തമിഴ്നാട്ടിൽ അവിടെ പോയി ശുശ്രൂഷിച്ച് കഴിഞ്ഞ് അവിടെ വെച്ച് സംതിങ് പുള്ളിക്ക് നല്ല ഏതോ ഒരു അസുഖം വന്നു. അന്നൊക്കെ വളരെ സ്ട്രോങ് ആണല്ലോ, മരുന്നൊന്നും ചെയ്യില്ല. അങ്ങനെയായി അവിടെ വെച്ച് പെട്ടെന്ന് വയ്യാതെ വന്നു, മരണത്തോടായപ്പോൾ. അപ്പോൾ എല്ലാവരും ചോദിച്ചു അയ്യോ പിന്നെ സഹോദരിയും മക്കളെയും കാണണ്ടേ? അപ്പോൾ 2 പെൺപിള്ളേരും ഭാര്യയും ഉണ്ട്. സഹോദരിയും മക്കളെയും കാണണ്ടേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങളാരും വിഷമിക്കേണ്ട, അവരെയൊക്കെ ഞാൻ തക്ക സമയത്ത് കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പ്രത്യാശയോടെ
അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുക. എത്രാമത്തെ വയസ്സിലായിരുന്നത്? 42 ഇയേഴ്സ് ഓൺലി. 42ാമത്തെ വയസ്സിൽ. അങ്ങനെ അപ്പോഴേ ഞാൻ അപ്പോൾ എനിക്ക് 2 വയസ്സേ ഉള്ളൂ വാസ്തവത്തിൽ. 40-ലല്ലേ ഞാൻ. അങ്ങനെ എൻ്റെ ചേച്ചിക്ക് 2 വയസ്സ് കൂടുതലുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയുടെ ജോലിയോടുള്ള ബന്ധത്തിൽ പിന്നെ എന്ത് ചെയ്തു, പാലക്കാട് തന്നെ താമസിച്ചു. അവിടെ സെറ്റിൽഡായി. അവിടെ ഒരു ദൈവകൃപ ഉണ്ട്. അപ്പം വീട്ടുകാർക്കൊക്കെ ഇച്ചിരി എതിരുണ്ട്. കാരണം യാക്കോബായിന്ന് അമ്മച്ചിയുടെ ആങ്ങളമാർ. അപ്പം അമ്മച്ചിയുടെ ഒരു ഇളയ ആങ്ങള പിന്നെ മാംഗ്ലൂരിലുണ്ട്, മംഗലാപുരത്ത്. പുള്ളി ഒത്തിരി MA BL FC അന്നത്തെ ഒത്തിരി ഡിഗ്രി ഉള്ള ആളാണ്. മക്കളെല്ലാം ഞങ്ങളെക്കാൾ ഇച്ചിരി ജൂനിയറാണ് മക്കളെ. അവരെല്ലാം മെഡിസിനൊക്കെ വിടാനായിട്ട് ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിൽ ഇരിക്കുമ്പോഴേ എൻ്റെ അമ്മച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചുപെങ്ങളെ എന്നാണ് വിളിക്കുക. 2 പെങ്ങന്മാരോ മൂത്ത് വേറെ പെങ്ങന്മാരുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇളയതായത് ചേച്ചി അമ്മച്ചി അങ്ങനെയാണ് വിളിക്കുന്നത്. കൊച്ചുപെങ്ങളെ, പിള്ളേരെ ഞാൻ പറയുന്നതോടൊന്നും വിഷമിക്കരുത്. നിങ്ങളുടെ ഈ കൂട്ടത്തിലുണ്ടല്ലോ വിദ്യാഭ്യാസമുള്ള പിള്ളേരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മറ്റൊന്നും കൊണ്ട് പറയല്ല. അതുകൊണ്ട് പിള്ളേരെ ഒരു SSLC വരെയൊക്കെ പഠിപ്പിച്ചാൽ മതി എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ പിന്നെ അത് ബോധർ ചെയ്യേണ്ടി വരും എന്ന് അത് പറഞ്ഞു. അപ്പോൾ ചേച്ചി SSLC കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എടി മോളെ, കുഞ്ഞച്ചാച്ചൻ പറയുന്നു നിങ്ങൾ SSLC വരെ പോയാൽ മതി. ചേച്ചി അന്നേരം പറഞ്ഞു, എൻ്റെ അമ്മച്ചി എൻ്റെ അപ്പച്ചൻ ഗ്രാജുവേറ്റാണ്, പിന്നെ ഞാൻ SSLC കൊണ്ട് നിർത്തണം, എനിക്ക് കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾ 2 പേരും കോളേജിൽ പോയി. വിദ്യാഭ്യാസം അതൊന്നും വലിയ കാര്യമല്ല, എങ്കിലും ഞാനങ്ങ് പറയും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അങ്ങനെയൊക്കെ ഞങ്ങളെ ദൈവം നടത്തി. അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് വേണ്ട വിഷയങ്ങളൊക്കെ ദൈവം കൈകാര്യം ചെയ്തു. അപ്പം ഈ ഇളയ ആങ്ങള ഒടുക്കം പറയാ, കൊച്ചുപെങ്ങൾ ഏതായാലും മിടുക്കിയ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചുപെങ്ങൾ പറഞ്ഞു, എൻ്റെ മിടുക്കല്ല മോനെ, ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുണയാണെന്ന് മറുപടി പറയാൻ. മിടുക്കാന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ചേച്ചിയുടെ കല്യാണം നല്ലൊരു കല്യാണം നടന്നു. പിന്നെ എനിക്ക് വിദ്യാഭ്യാസമുള്ള ഒരാളിനെ കിട്ടിയല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്നേരം വാസ്തവത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചത്, ഞാൻ അച്ചായൻ്റെ ഫ്യൂണറൽ സർവീസിന് പറഞ്ഞൊരു സാക്ഷ്യം ഞാനിപ്പോൾ പറയുക ഇവിടെ. എൻ്റെ പിതാവ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എനിക്കിങ്ങനെ ഒരു മരുമകനെ ദൈവം തന്നതിലാണ്. ദൈവം അങ്ങനെ എൻ്റെ പിതാവ് സന്തോഷിച്ചേനേന്ന് ഞാൻ. അപ്പം ഞാൻ ഓർത്തു ദൈവത്തിൻ്റെ വിശ്വസ്തത. അപ്പം ഞങ്ങളോട് 2 പേരോടും ചേച്ചിയോടും അമ്മച്ചി ചോദിക്കും, നിങ്ങൾക്ക് എന്താ താല്പര്യമെന്ന് ചോദിക്കും. അപ്പം ചേച്ചി പറയും ജോലി ചെയ്യണമെന്നൊക്കെ ഉള്ള താല്പര്യം. അപ്പം ഞാൻ പറയും എനിക്ക് പഠിക്കണം, പക്ഷേ സുവിശേഷ വേല ചെയ്യണം എന്ന് അങ്ങനെ കൊച്ചിലേ തുടങ്ങി. ആ ആഗ്രഹം ഉണ്ടാകാനുള്ള കാരണമാണ് ഈ ദ ലൈഫ് ഓഫ് മൈ ഫാദർ. അദ്ദേഹത്തിൻ്റെ ആ ജീവിത ശൈലിയും. ഞാൻ എവിടെ പോയാലും പടവലിക്ക് തോമാച്ചൻ്റെ മോളാണ്, മക്കളാണോ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പ്രായമായ പിന്നെയും എനിക്ക് അറിവായ പിന്നെ ആളുകൾ കരയുന്ന കാണും. അപ്പം ഞാൻ വിചാരിക്കും, എന്തിനാ ആ കാര്യം പറയുമ്പോൾ കരയുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ ഹൃദയത്തിൽ അത്രയും നല്ലൊരു സാക്ഷി എൻ്റെ പിതാവിനെ കുറിച്ചുണ്ട്. ആ ആളുടെ മക്കളാണെന്ന് പറയുമ്പോൾ, ഇന്നും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പാസ്റ്റർ MA ജേക്കബിൻ്റെ വൈഫാന്ന് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അതിലൊന്നും ഞാൻ പ്രശംസിക്കുന്നില്ല. അതൊന്നും നമുക്ക് പ്രശംസാർഹമല്ല തീർച്ചയായിട്ടും. എങ്കിലും എൻ്റെ അപ്പച്ചൻ്റെ ജീവിതമാണ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ. അപ്പോൾ ഇങ്ങനെ അമ്മച്ചിയോട് എപ്പോഴും പറയും സുവിശേഷ വേല. അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അമ്മച്ചി വളരെ ബോൾഡാണ്, വളരെ സ്ട്രോങ് ആണ്, പറഞ്ഞ പോലെ തന്നെ. അപ്പം എനിക്ക് ചെറിയൊരാഗ്രഹം, കാരണം ഈ CPM കാരോടൊക്കെ സഹകരിച്ചതുകൊണ്ട് ആ ടൈപ്പിലൊന്ന് വേല ചെയ്താൽ
കൊള്ളാമെന്നൊരു ഉള്ളിലൊരു ആഗ്രഹം. അവിടെ നിങ്ങൾ TPM-ലാണോ ആരാധനയ്ക്ക് പൊക്കോണ്ടിരുന്ന അന്നേരം പാലക്കാട്? അതെ. അത് അതിലൊക്കെ രസം കല്യാണം കഴിക്കുന്ന വരെ TPM അല്ലേ. ഓ അത് ശരി. അങ്ങനെ പാലക്കാട് അവിടെ പൊക്കോണ്ടിരിക്കുമ്പോൾ അപ്പം എനിക്ക് അതാ ഒരു ചെറിയ താല്പര്യം. അപ്പം അമ്മച്ചിക്ക് അതിന്റെ ലാഞ്ചന കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ സഹോദരിമാരെ എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്യും. മോളെ അപ്പം പറയും ടീച്ചറിന്റെ 2 മക്കളുണ്ട്, അപ്പം ഞാൻ ഡ്രം അടിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യും. ഇളയ മോള് ഞങ്ങൾക്കുള്ളത്, കർത്താവിനുള്ളതെന്നല്ല അവർ പറയുന്നത്, പോട്ടെ. അങ്ങനെയൊക്കെ പറയുമ്പോഴേ അമ്മച്ചി അന്നേരം ഒന്നും പറയത്തില്ല. ചുരുക്കി പറഞ്ഞ് എനിക്ക് കല്യാണമൊക്കെ ആലോചിച്ച് കല്യാണമൊക്കെ നടത്തി കഴിഞ്ഞേച്ച് പിന്നെ അമ്മച്ചി പറയുക, നിനക്കറിയാവോ അതിൻ്റെ രഹസ്യം? ഇപ്പം ഞാൻ പറയാം. അപ്പച്ചൻ എന്നോട് അവർ 10 വർഷമേ കല്യാണം കഴിഞ്ഞ് ജീവിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇതെല്ലാം അപ്പച്ചൻ പറഞ്ഞു തന്നേതാ, പിള്ളേർക്ക് സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ തടസ്സം പറയരുത്, ബട്ട് കല്യാണം കഴിക്കാതെ സുവിശേഷ വേലയ്ക്ക് വിടരുത്. അന്ന് പറഞ്ഞ വാചകം 2 വയസ്സുള്ള മോളെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അപ്പച്ചൻ അങ്ങനെ അമ്മച്ചിയെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് അമ്മച്ചി ഇഷ്ടനായിട്ട് നിൽക്കുന്നത്. എനിക്കതറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഇതെല്ലാം കണക്ക് കൂട്ടി. അപ്പച്ചൻ ഇതെല്ലാം സ്റ്റഡി ചെയ്തു. എല്ലാ സഭകളെയും ഒക്കെ പോയി സ്റ്റഡി ചെയ്ത് പുള്ളിയുടെ ജീവിതം പുള്ളി അതെല്ലാം മനസ്സിലാക്കിയ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അങ്ങനെ ദൈവകൃപ കൊണ്ട് വിവാഹം കഴിഞ്ഞു. അല്ല, പഠിത്തം എവിടം വരെ എത്തിയായിരുന്നു? പഠിത്തം ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിഞ്ഞപ്പം ഇവിടെ വന്നോണ്ട് അതൊരു വലിയ എന്താ അതിൻ്റെ രഹസ്യം എന്നൊന്നും എനിക്കറിയാൻ വയ്യ. BEd ഒരു അഡ്മിഷൻ കാർഡ് ഇവിടെ വരുന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത മാസം ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഈ ഭാഗത്ത് കൊല്ലത്തെ കോളേജിൽ BEd ഒരു അഡ്മിഷൻ. അപ്പോൾ അച്ചായനാണെങ്കിൽ സുവിശേഷ വേല അല്ലാതെ വേറൊന്നും താല്പര്യമില്ല, ജോലിക്ക് പോകുന്നൊന്നും. അപ്പം ഇവിടുത്തെ എൻ്റെ ഫാദറിലോ ഉണ്ട് ഇവിടെ, അവിടെ വിഷയം. അന്നേരം ഇങ്ങനെ കാർഡ് വന്നപ്പം പറഞ്ഞു കുഞ്ഞുവാനെ. അപ്പം അച്ചായൻ അന്നേരം INPL നേവൽ ബേസ് ജോലി ചെയ്യുക. അന്ന് സുവിശേഷ വേല തുടങ്ങിയിട്ടില്ല, 27 വയസ്സ് ഒക്കെ ഉള്ളൂ. അപ്പം നല്ലൊരു സയൻറ്റിസ്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പച്ചനോട് ഇങ്ങനെ കാർഡ് കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, കുഞ്ഞുമോനെ നിനക്ക് എന്തോ കുഴപ്പം, അവൾക്കൊരു ഡിഗ്രിയൊക്കെ കയ്യിലിരുന്നുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ, ലെറ്റർ ഗോ ആൻഡ് സ്റ്റഡി, അവൾ പഠിക്കട്ടെ പോയി. അപ്പച്ചൻ്റെ വാക്കിനെതിര് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് കൊല്ലത്ത് കിട്ടിയ അഡ്മിഷൻ, എനിക്ക് കിട്ടിയ അഡ്മിഷൻ ഇവിടെ പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോകാൻ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫറിന് ഒക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ BEd ചെയ്തു. BEd ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് അത് വലിയ ചരിത്രങ്ങൾ, അതൊന്നും പറയാൻ എനിക്ക് സമയം പോരാ. വാസ്തവത്തിൽ പഠിക്കുന്ന സമയത്ത് അച്ചായൻ സിക്കായി. പഠിക്കുന്ന സമയത്തല്ല, കല്യാണത്തോടുകൂടെ തന്നെ ഹി വാസ് നോട്ട് വെൽ. തീരെ അസുഖമായിരുന്നു, പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. അപ്പം ജോലി സ്ഥലത്ത് എപ്പോഴും പുള്ളി എല്ലാ ദിവസവും പുള്ളിക്ക് സുഖമില്ല, ഉച്ച കഴിഞ്ഞാൽ ഒരു പനി വരും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനായി. അപ്പം അമ്മച്ചി ഹെൽത്ത് വൈസായിട്ട് വളരെ നോക്കുന്ന ഒരാളാണ് എൻ്റെ മദർ. മദറിനപ്പം കല്യാണത്തിന് കാണാനായിട്ടൊരു പാസ്റ്റർ കൂടെയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അന്നപ്പോഴാള് വളരെ മെലിഞ്ഞിരിക്കുക. പക്ഷേ അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കാരണം എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് അവിടെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റിന് അങ്ങനെയൊന്നും എടുക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പം അമ്മച്ചി വിചാരിച്ചത് സാരമില്ല, എന്തെങ്കിലും നമുക്ക് നല്ലപോലെയൊക്കെ നോക്കിയൊക്കെ നന്നാക്കാം. ഇതെല്ലാം ദൈവത്തിന്റെ വലിയ പദ്ധതികളാണ്. അതൊക്കെ പറഞ്ഞാൽ ഇവിടെ തീരത്തില്ല. എങ്ങനെ ഞാൻ കട്ട്ഷോട്ട് ചെയ്യണമെന്ന് അങ്ങനെ. അപ്പം അച്ചായനിങ്ങനെ വയ്യാന്നുള്ള വിഷയം ഇങ്ങനെ വന്നു, എന്നും ഇങ്ങനെ വയ്യാഴിക. കല്യാണം കഴിച്ച അന്ന് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, അതെന്താ ചെറുക്കൻ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതെന്നൊരു സംസാരമുണ്ട്. അപ്പം അതിനു മുമ്പ് അച്ചായന് അസുഖമൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ചുരുക്കി പറഞ്ഞ അച്ചായൻ പറയുന്നത് ഈ കല്യാണം ഉറപ്പിച്ച അന്ന് പിറ്റേ ദിവസം തുടങ്ങി ഹി വാസ് നോട്ട് വെൽ എന്നാണ് പറഞ്ഞു കേട്ടത്. ഇതിലൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി എന്നാണ് ഞാനീ പറയുന്നത്. അത് ഞാനും ഹൈജീനിക് പ്രിൻസിപ്പിൾസൊക്കെ ഉള്ള ആളായതുകൊണ്ട്, അപ്പോൾ ഞങ്ങളുടെ അമ്മച്ചി വളരെ സോഷ്യബിളായിട്ടുള്ള ഒരാളാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ
കോളനിയിൽ താമസിക്കുന്ന പാവപ്പെട്ട പിള്ളേരെയൊക്കെ അവിടെ ഓരോ ഓർഫണേജിൽ കൊണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഒക്കെ ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യമൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വിശ്വാസികളുടെ അടുക്കപ്പോൾ അപ്പോൾ ഒരു പിന്നെ ഈ TB ഉള്ള വീട്ടിലെ ഒരു പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ വിചാരം ഇത് വായുവിൽ കൂടെ പകരുന്നു. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം വളരെ ഇങ്ങനെ സൂക്ഷിച്ച് ഞാൻ പിന്നെ ഓർത്ത കാര്യങ്ങളായി പറയുന്നത്. ഇതൊക്കെ ഞാൻ അപ്പം വിചാരിച്ച് ഇന്ന് TB ഒന്നും വലിയൊരു വിഷയമല്ല, പക്ഷെ അന്ന് അതൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞ ദൈവം സെയിം പാറ്റേൺ എനിക്ക് കൊണ്ട് തന്നു എന്നുള്ളത് വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഞാൻ വിചാരിക്കുക. എന്താ അതാണ് അച്ചായൻ്റെ അസുഖം. ആരറിയുന്നു? നോബഡി നോസ്. വീട്ടിലുള്ളവർക്കും അറിയത്തില്ല, അച്ചായനും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ B.Ed പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ അന്നേരം അച്ചായന് നല്ല സുഖമില്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും. അമ്മായിയപ്പൻ, അതായത് ഫാദറിലോ വയ്യാതെ ഇവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു സെർവൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മമാരെയൊക്കെ കല്യാണം കഴിച്ച് വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. ആ സെർവൻ്റ് നല്ല മിടുക്കിയായതുകൊണ്ട് എനിക്ക് ആഹാരമൊക്കെ കോളേജിൽ പോകാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ടാക്കി തരും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പഠിച്ച് മിനിമം അറ്റൻഡൻസ് എനിക്കേ ഉള്ളൂ. അപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ച് ചോദിച്ചു, ഉണ്ണി പഠിക്കാനാണോ വന്നത് അതോ ഒരു സീറ്റ് വെറുതെ? അത് രണ്ടിലൊന്ന് എന്നോട് പറയാനുണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞതിനോട്. പക്ഷേ പരീക്ഷയാകുമ്പോൾ എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. അതിലൊക്കെ അപ്പോൾ എൻ്റെ കൂടെയുള്ള സ്റ്റുഡൻസ് പറയും, ഉണ്ണി ഇപ്പോൾ ഞാൻ പറയും ഞാൻ ഒന്നും പഠിച്ചില്ല, വിശ്വസിക്കരുത് കേട്ടോ, ഉണ്ണി പറയുന്നൊന്നും വിശ്വസിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞ അങ്ങനെ നല്ല ക്ലാസ് മേടിച്ച് B.Ed പാസ്സായി. B.Ed അപ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ, B.Ed പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അച്ചായന് ക്രോണിക് ഡിസീസാണ്. അപ്പോൾ അന്നേരത്തിന് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തോ ഈ ട്യൂബർകുലോസിസ്? ഇല്ല. അപ്പോഴേ അതിൻ്റെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോഴെന്ത് ചെയ്തു, ഇവിടെ ഞങ്ങൾക്ക് ഫാമിലി ഡോക്ടറുണ്ട്. അച്ചായൻ്റെ ഒരു കസിൻ, അങ്ങനെ ബന്ധത്തിലുള്ള വീട്ടിലെ അച്ചായനെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അടുക്ക പോയി പുള്ളിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ അച്ചായൻ പറഞ്ഞു, നീ ഒന്ന് ഒരു ചെക്കപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ടൊക്കെ കാണണം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഒടുക്കം എൻ്റെ എക്സാമിന് വേണ്ടി കാത്തിരുന്ന് എക്സാം കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ചെക്കപ്പ് ചെയ്തു. ഇവിടെ വേണ്ട, അവിടെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു ചെറുപ്പക്കാരനൊരു ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, TB ആണ്, പക്ഷേ സാരമില്ല, ഇങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് മാരീഡ് ആണെന്നൊക്കെ മനസ്സിലായിക്കൊണ്ട് അവർക്കൊരു കമ്പാഷൻ അതാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഇന്ന ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കുറേ മെഡിസിനൊക്കെ എഴുതി അതും കൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പം അത് കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ അച്ചായൻ സമ്മതിച്ചു. അപ്പോഴേ ഇതൊക്കെ കണ്ടപ്പോഴേ അച്ചായൻ പറഞ്ഞു, എനിക്ക് മരുന്നൊന്നും കഴിക്കുന്നതിന് താല്പര്യമില്ല. അപ്പം ഞങ്ങൾ രോഗശാന്തിയുടെ കാര്യത്തിൽ രോഗം വന്നിട്ടില്ല, ചികിത്സിച്ചിട്ടില്ല എന്നുള്ള ഒരു നിലപാടുകാരാണ് ഞങ്ങൾ. അല്ലാതെ അത്ര അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടില്ല. ഒന്നും ഹോസ്പിറ്റലിലൊന്നും പോണ്ടി വന്നിട്ടുമില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അച്ചായൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നപ്പം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേ ഈ ഡോക്ടർ അച്ചായൻ പറഞ്ഞു, ശരി, നിനക്ക് ഞാൻ ഒരു അവധി തരാം, ഒരു 7 days തരാം. നീ അപ്പം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു എക്സ്റേയും പിന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു എക്സ്റേയും കൂടെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ അന്നത്തെ പേരൊന്നും ഞാൻ പറയത്തില്ല, അറിയാം, കോൺഗ്രിഗേഷനുള്ളവർക്കൊരു പേടിയായിപ്പോയി. കാരണം ഞങ്ങളുടെ കുടുംബത്തിലുള്ള യാക്കോബായിലെ അച്ചായൻ ഭയങ്കര വീറുള്ളൊരു മനുഷ്യനാണ്. ഫെയ്ത്തോമി ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചന് വല്ലതും വന്നാലുണ്ടല്ലോ, നിങ്ങളിവിടുന്ന് ശരിക്കും പോകത്തില്ല കേട്ടോ, നിങ്ങളീ പറഞ്ഞ് ചികിത്സിപ്പിക്കാതെ. അവർക്ക് പേടിയായിപ്പോയി. പ്രാർത്ഥിക്കാനായിട്ട് അവർ വന്നില്ല. വാസ്തവത്തിൽ അവരെ കുറ്റം പറയാനൊക്കത്തില്ല, അവരത്രയ്ക്ക് ഭയപ്പെടായി. ചുരുക്കി പറഞ്ഞാൽ വേറൊരു ഫാമിലി, ഞാനത് പേര് പറയുന്നില്ല, അവരൊക്കെ നിത്യതയിൽ വിശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ 7 days ഞാൻ ഉപവാസം എടുത്തു. അദ്ദേഹത്തെ കൊണ്ടിട്ടില്ല,
പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പം ദൈവം വിടുവിച്ചു എന്നൊക്കെയാണ് ആലോചനയൊക്കെ കിട്ടിയത്. സ്റ്റിൽ എന്നിട്ട് പോലും ആഡ്വേഴ്സ് ആയിട്ടാണ് റിസൾട്ട് വന്നത്. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രൊസീജിയർ ഞാൻ പറയാം. അങ്ങനെ അതുവരെ 7 ദിവസം കഴിഞ്ഞു പോയി ചെക്കപ്പ് നടത്തിയപ്പോഴും ചെക്കപ്പ് നടത്തിയില്ല, അതിന് മുമ്പുള്ള പറയാം. 7 ദിവസം കഴിഞ്ഞപ്പോഴും ഹി വാസ് നോട്ട് വെൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഈ കൂട്ടത്തിനകത്ത് ബ്ലഡിൻ്റെ ഇത് വന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യുന്ന മറ്റേ ഡോക്ടർ അച്ചായൻ്റെ അടുക്ക പോണമല്ലോ. ചുരുക്കി പറഞ്ഞ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു വിടുതൽ കിട്ടിയില്ല. ഈ അതും കൊണ്ട് എക്സ്റേയും കൊണ്ട് അവിടെ ചെന്നു നോക്കിയിട്ട് പറഞ്ഞു, നീ സൂചി കൊണ്ടെടുക്കാവുന്നത് ഇപ്പം തൂമ്പ കൊണ്ടെടുക്കുന്ന പരുവത്തിനാക്കി നീ ഇവിടെ വന്നു കുഞ്ഞുവാനെ, കീപ് ക്വയറ്റ്, മിണ്ടി പോകരുതെന്നും പറഞ്ഞ് അവിടെ ഇരുത്തി. അന്ന് സ്ട്രെപ്റ്റോമൈസിൻ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ സ്ട്രെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുത്തു. അന്ന് പ്രാർത്ഥന നിർത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഇഞ്ചക്ഷൻ എടുത്ത അന്ന് ഇദ്ദേഹം പ്രാർത്ഥിക്കത്തില്ല. ഈ ഭാര്യയാകുന്ന ഞാൻ എന്തോ ചെയ്യണമെന്ന് ഓർത്തു നോക്കിയേ. എനിക്ക് പ്രായം വന്ന് 22-23 വയസ്സൊക്കെ. ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര സ്ട്രോങ് ആണ് ആള് എല്ലാ വിധത്തിലും. അപ്പം ആത്മീയമാകുമ്പോൾ സ്ട്രോങ് ആണ്, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയപ്പോൾ അതിലും സ്ട്രോങ് ആയി. പ്രാർത്ഥിക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ മുമ്പേ പറഞ്ഞ ഒരു അച്ചായൻ്റെ ആ കൊച്ചമ്മയുടെ ഒരു ബന്ധു മദനപ്പള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? ആരോഗ്യവാരം എന്ന് അതിന് പേര്. അവിടെ ഒരു ഏഷ്യയിൽ ഒരു വലിയ TB സാനിറ്റോറിയം, അത് വളരെ റെപ്യൂട്ടേഷനുള്ള. അവിടെ അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴേ ആ കൊച്ചമ്മ പറഞ്ഞു, അപ്പം ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ജ്യേഷ്ഠനേ ഉള്ളൂ കുവൈറ്റിൽ, പറഞ്ഞു അവനെ നാട്ടിലെങ്ങും ചികിത്സിക്കേണ്ട, അവനെ വേറെ എവിടെയെങ്കിലും ചികിത്സിക്കാനൊക്കെ പറഞ്ഞു. പുള്ളിക്ക് അനുവാദം ഇല്ലല്ലോ, പുള്ളിക്ക് ഇഷ്ടമില്ലല്ലോ പോകാൻ. പക്ഷേ അമ്മച്ചി ഞാനും ഒക്കെ ഉള്ളതുകൊണ്ട് അത്രയ്ക്കെതിര് പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ഞാനൊരു ലെറ്റർ എഴുതി, എനിക്കൊരു എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം, എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെയാണ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ലെറ്റർ എഴുതിയപ്പോൾ അവരുടെ റിപ്ലൈ വന്നത് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞ് ടെലഗ്രാം അടിക്കുക ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ എൻ്റെ എക്സാം കഴിയുന്നിടം വരെ ഞാൻ നോക്കി നിന്നു. പിന്നെ അച്ചായൻ നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ കൂടെ, ഞാനും അച്ചായനും കൂടെ ഈ TB ഏറ്റവും വല്ലാതെ ചിന്തിച്ച ആളിന് ദൈവം തന്ന വഴി ഇത്. ഞാനും അച്ചായനും മാത്രം ഇവിടുന്ന്. അന്ന് ഇവിടെ ഒരു വലിയ ജനക്കൂട്ടമായിരുന്നു പോകുന്നന്ന്. അച്ചായൻ അങ്ങ് തീരെ ഒത്തിരി ക്ഷീണിച്ചു. എല്ലാവരും വന്ന കരച്ചിലോടും നിലവിളിയോടും ഒക്കെ കൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത കാര്യമൊക്കെ ഞാൻ ഓർക്കുക. പോയി എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല, ഒന്നും പിന്നെ കൂട്ടാൻ വയ്ക്കാൻ ചോറ് വയ്ക്കാൻ കോളേജിലൊക്കെ പഠിച്ച് നടന്നതല്ലേ. എൻ്റെ ദൈവമേ, ഇനി അടുത്ത അത്ഭുതം കേട്ടാൽ നിങ്ങളെല്ലാവരും എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ബോഷ്ക്ക് പറയത്തില്ലല്ലോ. അങ്ങനെ അവിടെ പോയി ആദ്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി. ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം, അങ്ങനെ പോയി ഓരോ സെപ്പറേറ്റ് ആണ് അവരുടെ ഈ ഓരോ വാർഡുകളെന്ന് പറയുന്നത്. ഇവിടുത്തെ പോലെയല്ല, ഒരു മുറി ഒരു അടുക്കള അങ്ങനെയുള്ള സെപ്പറേറ്റ്, ജനറൽ വാർഡല്ല, സ്പെഷ്യലായിട്ട് അങ്ങനെ റൂംസ്. അങ്ങനെ അവിടെ പോയി അവിടെ അഡ്മിറ്റ് ആയപ്പോൾ അവിടുത്തെ ഡോക്ടർ ജസൂഡിയൻ എന്ന് പറഞ്ഞൊരു അവിടുത്തെ മെഡിക്കൽ എന്തോ അതിന് പറയുന്നത് മെയിൻ ഡോക്ടർ, പുള്ളി ഒരു LMSലെ ഒരു പ്രാസംഗികനും കൂടെ, പ്രായമുണ്ട്. അവിടെ വന്നിട്ട് ഞങ്ങളെ കണ്ടിട്ട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഇനി പറയാൻ വൊക്കാബുലറിയിൽ ഒരു വേർഡും ഇല്ലാത്ത പോലെ എല്ലാം പറഞ്ഞു. കാരണം യു ആർ ഹാവിങ് എഡ്യൂക്കേഷൻ ആൻഡ് വാട്ട് യു ആർ ഡൂയിങ് ഓൾ ദീസ് ഡേയ്സ് എന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥിക്കാത്ത ആൾ പറഞ്ഞ വാക്ക് കേൾക്കണം. ഡോക്ടർ, if the scripture is correct, what I am doing is wrong. Through thy stripes you are healed. അതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. I am against that. So I am not right. I am doing wrong. എന്ന് പറഞ്ഞ് ഇത്രയും തീക്ഷ്ണതയോടെ പറഞ്ഞപ്പോഴേ ഈ ഡോക്ടർക്ക് ഭയങ്കര സ്നേഹമായി. പ്രായമുള്ള മനുഷ്യനാണ്. ഇങ്ങനെ തോളെ തട്ടിയിട്ട് പറയും, മിസ്റ്റർ ജേക്കബ്, കാം ഡൗൺ.
ഓക്കെ ഓക്കെ. അയാൾക്ക് സ്നേഹമുണ്ടായി. ഈ വചനം ഇത്ര തീക്ഷ്ണതയോടെ പറഞ്ഞു. അപ്പോൾ ഈ പ്രാർത്ഥിക്കാത്ത മനുഷ്യനെ ഈ പറഞ്ഞെന്ന് ഓർത്തോണം. പ്രാർത്ഥന നിർത്തിയ ആള് അത് തന്നെ. അപ്പം പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനായി. അപ്പം യെല്ലോ ബാഡ്ജ് എന്ന് പറയുമ്പോൾ ബെഡ് റെസ്റ്റാണ്. അവിടുന്ന് ഒന്നും പോകാൻ പാടില്ല. ഒരു പ്രാവശ്യം അസിസ്റ്റൻറ്റ് ഡോക്ടർ വന്നപ്പോൾ ഈസ് നോട്ട് ഇൻ ദ ബെഡ്. യെല്ലോ ആളിനെ കാണുന്നില്ല. അവിടെ കണ്ടൊരു ടൂർണമെൻ്റ് ഉണ്ട്, അത് കാണാൻ. ഞാൻ പറഞ്ഞാൽ നിൽക്കുമോ? എന്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ വന്നപ്പോൾ പറഞ്ഞു, യു നോ ഇവിടുത്തെ പ്രിൻസിപ്പിൾസ് ഒന്നും അറിയത്തില്ലല്ലേ, അതുകൊണ്ട് ഇനി ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വഴക്കൊക്കെ പറഞ്ഞൊക്കെ. ഭയങ്കര സ്ട്രോങ് ആണ് ആളപ്പോഴും. ചുരുക്കി പറഞ്ഞാൽ ഇനി അടുത്ത കാര്യം കേൾക്കുമ്പോൾ നിങ്ങളെല്ലാം അത്ഭുതപ്പെടും. അങ്ങനെ ചെന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, എനിവേ യു ബി ഹിയർ എനിവേ 1 or 2 years, സംടൈംസ് ഇറ്റ് മേ ലീഡ് ടു 2 years. അവിടെ വർഷങ്ങളായിട്ട് അങ്ങനെ അവിടുത്തെ പരിപാടി അങ്ങനെ, അല്ലാതെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻ്റ് അല്ല, പെട്ടെന്നുള്ളതല്ല. ചുരുക്കി പറഞ്ഞ അടുത്ത വണ്ടർ നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ ഇവിടുത്തെ കുറേ ഇവിടുന്നുള്ള കൊച്ചമ്മമാരൊക്കെ നേഴ്സുമാരുണ്ട്. അവരെല്ലാം സന്ധ്യയ്ക്ക് വരും. ഭയങ്കര അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും സ്നേഹവും വലിയ ഇതായി. അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും, ഒറ്റ ആഴ്ചയായുള്ളൂ മോനെ, ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഈ സ്പൂട്ടം ഫോർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു കൊച്ചു കപ്പ് വരും. അതൊക്കെ അവിടുത്തെ പ്രിൻസിപ്പിൾ. അതൊരു ചെറിയ വെള്ള കപ്പാണ്. അപ്പം അതിനകത്ത് സ്പൂട്ടൻ നെഗറ്റീവ് ആയവരുടെ മാത്രം അതുകൊണ്ട് ചെക്ക് ചെയ്ത് അവർ കോൺസിക്യൂട്ടീവ് 3 days ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെ അവരുടെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചമ്മയെ ഒരു കൊച്ചു കപ്പ് കൊണ്ടുവന്നേക്കുന്നു എന്ന് പറഞ്ഞു. കൊച്ചു കപ്പോ? അത് ലാബറട്ടറിയിൽ ഇരിക്കുന്ന പിള്ളേർ, വിവരം കെട്ട പിള്ളേരാ. കുഞ്ഞുമോന് വേണ്ടി കപ്പ് കൊടുത്തയക്കാൻ സമയമായോ? അത് ടെസ്റ്റ് ചെയ്യാൻ സമയമായില്ലല്ലോ. വന്നിട്ട് ഇത്രയും ക്രോണിക് ഡിസീസ് അല്ലേ? അതെ, വന്നേ ഉള്ളൂ. ഇപ്പൊ അത് ചെക്ക് ചെയ്യാറായില്ല. ചുരുക്കി പറഞ്ഞ അപ്പം ഈ ഡോക്ടർ മുത്തയ്യ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് രണ്ടാമത് വന്നപ്പോൾ, ഓ മിസ്റ്റർ ജേക്കബ്, യു പ്രൊഡ്യൂസ് സെക്കൻഡ് കപ്പ്, വണ്ടർഫുൾ. രണ്ടാമത് കപ്പ് വന്നു, മൂന്നാമതും കപ്പ് വന്നു. ദാറ്റ് മീൻസ് എല്ലാം നെഗറ്റീവ് എന്നതിൻ്റെ അർത്ഥം. ഒന്ന് ഓർത്തു നോക്കിക്കേ, 4 പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. 4 പോസിറ്റീവ് മീൻസ് ഒരു മൈക്രോസ്കോപ്പിക് ലൈൻ അകത്ത് 4 ബാസിലേ ഉള്ള ഒരാളാണ്, 4 രോഗാണുള്ള ഒരാളാണ്. വിതിൻ 1 വീക്ക് അല്ല നെഗറ്റീവായെന്ന് പറയുമ്പോൾ ആരാ വിശ്വസിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഒടുക്കം പിന്നെ സ്പൂട്ടം ഫോർ കൾച്ചറായി, സ്റ്റൊമക്ക് വാഷ് ഫോർ കൾച്ചറൊക്കെ ചെയ്യും. അതൊന്നും ഞാനിപ്പോൾ പറയാൻ സമയമില്ല. ഇതെല്ലാം ചെയ്ത് 3 മാസം ഒന്നും അവിടെ നിൽക്കേണ്ടി വന്നില്ല. അപ്പം പെട്ടെന്ന് പുള്ളി വെയിറ്റ് വയ്ക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും, ഓ മിസ്സസ് ജേക്കബ് ഈസ്, the credit goes to Mrs. Jacob only. She is giving good food and something like that. Doctors നമുക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തുമില്ല. ദൈവത്തിൻ്റെ ഞാനിത് ദൈവത്തെ രുചിച്ചറിഞ്ഞ കാര്യമായി പറയുന്നു. അങ്ങനെ അത്ഭുതമായിട്ട് പുള്ളിയുടെ രോഗസൗഖ്യം ഉണ്ടായി. രോഗസൗഖ്യം ഉണ്ടായി. കൾച്ചർ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് വേണ്ടി ഞങ്ങൾക്ക് 3 മാസം അവിടെ നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടിങ്ങനെ പോരാമായിരുന്നു. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അപ്പോൾ പോരാൻ സമയത്ത് ഇതൂടെ പറയട്ടെ, ഞങ്ങൾ അവിടെ ചെന്ന്, അപ്പോൾ എൻ്റെ അമ്മച്ചി അവിടെ വന്നു. അമ്മച്ചി എഡ്യൂക്കേഷനൊക്കെ ഉള്ള മിടുക്കിയ. അപ്പോൾ അവിടെ വന്നു. അപ്പോൾ ഡോക്ടേഴ്സ്, വി ആർ വെരി താങ്ക്ഫുൾ ഡോക്ടർ, വി ആർ വെരി താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൺസിഡറേഷൻ എന്നൊക്കെ പറഞ്ഞു. അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞപ്പോൾ, ഡോണ്ട് ഗീവ് എനി താങ്ക്സ് ടു അസ്, മിസ്റ്റർ ജേക്കബ് വാസ് ബ്രേക്കിംഗ് ദ റെക്കോർഡ് ഓഫ് ദി സാനിറ്റോറിയം. അവർ പറയുക, അവർ പറഞ്ഞ സെൻറ്റൻസ് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് നന്ദി പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ആരാ? അങ്ങനെയൊരു അത്ഭുത സൗഖ്യം കിട്ടിയിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഈ കൊച്ചമ്മമാർ നേഴ്സുമാരൊക്കെ പറഞ്ഞു, അപ്പോൾ കുഞ്ഞമ്മയെന്ന് അവരെന്നെ വിളിക്കുന്നത്, കുഞ്ഞുമോനെ ഒരു മുറിയിലിട്ടിട്ട് പൂട്ടിയേക്കണം, എന്നാലും കുഴപ്പമില്ല. കാരണം ഇതിങ്ങനെ ഇരിക്കുന്ന സൈസല്ല ഞങ്ങൾക്കറിയാം. പ്രസംഗിപ്പിക്കരുത്, പിന്നെ ഉപവസിപ്പിക്കരുത്,
ഡ്രൈവ് ചെയ്യിപ്പിക്കരുത് കേട്ടോ. ഒരു വർഷമെങ്കിലും അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ ശരിയല്ല. ഇവിടെ വന്നു കഴിഞ്ഞ് പുള്ളിയുടെ സ്വഭാവം അറിയാമല്ലോ. പുള്ളി സ്വയമേ ശിക്ഷ ഏറ്റെടുത്തു. സഭയിൽ 3 മാസം. അപ്പോൾ പാസ്റ്റർമാർ പറഞ്ഞു, കുഞ്ഞുമോൻ്റെ കുറ്റമല്ലല്ലോ, ബ്രദറിൻ്റെ കുറ്റമല്ലല്ലോ എന്നൊക്കെ പറയാൻ നോക്കി ആ സഭയിൽ. അത്ര ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ പുള്ളി പറഞ്ഞു, അങ്ങനല്ല, എനിക്കൊരു നിയമമുണ്ട്, അതുകൊണ്ട് ഞാൻ ഏതായാലും അത് ലംഘിച്ചു. അതുകൊണ്ട് 3 മാസത്തേക്ക്. അന്ന് സൺഡേ സ്കൂൾ ഇൻസ്പെക്ടറൊക്കെ ആയിരുന്നു. ഒന്നും ചെയ്തില്ല പുള്ളി. അങ്ങനെ അപ്പം അങ്ങനെ ആയിട്ട് പുള്ളി പഴയതിൽ അങ്ങനെ മുമ്പോട്ട് പോയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കുടിവരവ് ഉണ്ടാകാൻ കാരണമായത്. അല്ല, അന്നേരം നിങ്ങൾ TPM വിശ്വാസത്തിലായിരുന്നു? ആയിരുന്നു. അങ്ങനെ വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരുന്ന, അവിടെ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരോട് അല്ല, IPCയിലല്ലേ വിവാഹം നടന്നേ? അല്ല, വിവാഹം ഞങ്ങളുടെ അല്ലല്ലോ, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ. അപ്പോഴത്തേക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ആയപ്പോഴത്തേക്കും ഡിഫറൻ്റ് ആയില്ലേ. ഞങ്ങളുടെ വിവാഹം നടന്ന് TPM. അങ്ങനെ അപ്പോൾ ഇങ്ങനെ TPMൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അച്ചായൻ 1-2 ഡൗട്ട്സ് അവരോടൊന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ. കാരണം അറിയാമല്ലോ, അവരുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പം അതൊന്നും അവർക്കത് താല്പര്യം. അച്ചായനോടൊക്കെ വലിയ സ്നേഹമൊക്കെയാ, പക്ഷേ ഡോണ്ട് ക്വസ്റ്റ്യൻ, അത്രേ ഉള്ളൂ. അങ്ങനെ ആയി ചുരുക്കി പറഞ്ഞ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നമ്മൾ പോകാൻ തുടങ്ങിയാലേ നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് എന്തേലും ആട്ടെ, നമുക്കൊരു കൂട്ടായ്മ വേണ്ടേ. ഞാൻ പറയുക, നമുക്കങ്ങ് പോകാമെന്ന്. യു ക്യാൻ ഗോ എനിവേ. ഈ 947 ഇവിടെ കിടക്കുന്നുണ്ട് വണ്ടി. ആ വണ്ടിയിൽ എന്നെയും പിള്ളേരെയും ഫെയ്ത്തോമി കൊണ്ടുവിട്ടേച്ച് അവിടുത്തെ പ്രയർ കഴിയുമ്പം പുള്ളി ഇവിടെ വന്ന് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരും. സ്വയം ഒരു ശിക്ഷ ഏറ്റെടുത്ത പോലായി. അത് ഞങ്ങളതിനെ സമ്മതിക്കാഞ്ഞത് കൊണ്ട് നീ പോകരുതെന്നൊന്നും പറഞ്ഞില്ല, പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ആഫ്റ്റർ 3 months ഞാൻ എന്ത് ചെയ്തു, ഞാനും പോകുന്നില്ല എന്നങ്ങ് വെച്ചു. അത്ര ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മ ആരംഭം ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ വീട്ടിൽ ആരംഭിച്ച ആ കൂട്ടായ്മയാണ് ഈ കല്ലുമല ദൈവസഭയുടെ തുടക്കമെന്ന് പറയുന്നത്. അതെ 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 അല്ലേ, കല്ലുമല ദൈവസഭ. അതെ, അങ്ങനെ ആരംഭിച്ചതാ. അവിടെ കൂടുതൽ പിന്നെ വിശ്വാസികൾ എങ്ങനെ വന്നു മുന്നോട്ട്? അങ്ങനെയുള്ള വിശ്വാസികൾ വന്നത് ഹൈന്ദവ മാർഗത്തിൽ നിന്നുമൊക്കെ സൗഖ്യം, രോഗഭൂതബാധിതരും അങ്ങനെയൊക്കെ വന്നേ. അങ്ങനെ ഒത്തിരി പേര് സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ഈ ആത്മാക്കളൊക്കെ വരാൻ കാരണമായത്. അപ്പം അച്ഛൻ അപ്പോഴത്തേനും ജോലി വിട്ടോ? ജോലി വിട്ടത് ഇവിടുത്തെ ഫാദറിലോ മരിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ MEDനും പോയി. അതോടെ ഒരു വാക്കങ്ങ് പറഞ്ഞേക്കാം. അപ്പം MEDനെ ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ അമ്മച്ചിയുണ്ട്, പറഞ്ഞു, നീ ചുമ്മാ അങ്ങ് അപ്ലൈ കിട്ടുന്നെങ്കിൽ ആട്ടെ, അമ്മച്ചിക്ക് പഠിക്കുന്നതൊക്കെ ഇഷ്ടം. ചുരുക്കി പറഞ്ഞ MEDനെ അപ്ലൈ ചെയ്തപ്പോൾ ആകെപ്പാടെ ആദ്യത്തെ കോഴ്സാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ MED കോഴ്സ്. 32 സീറ്റേ ഉള്ളൂ. അതിലൊരു സീറ്റ് ട്രിവാൻഡ്രത്ത് കിട്ടി, അതും ചെയ്തു. അങ്ങനെയും പോയി പഠിച്ചു. അല്ല, MED കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പഠിപ്പിച്ചോ? ഇല്ല. അത് പറയട്ടെ. അപ്പം അങ്ങനെ ആയി. MED ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ജോലിക്ക് പോകണമെന്ന് പറയരുതെന്ന് പറഞ്ഞ കണ്ടീഷനിലാണല്ലോ കല്യാണം. അപ്പം എനിക്ക് ജോലിക്ക് പോകണമെന്ന് താല്പര്യം ഇല്ല സത്യത്തിൽ. പഠിക്കുന്നതിന് എന്താ കുഴപ്പം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം കടയിലിങ്ങനെ ഇവിടെ ഒരു ഇലക്ട്രോണിക് കട തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു സ്കൂള് പോലെയും തുടങ്ങി. അപ്പൊ ഓറിയന്റ് പ്രിന്റിംഗ് പ്രസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വല്യപ്പച്ചൻ തുടങ്ങിയ ഒരു പ്രസ് ഉണ്ടായിരുന്നു. അതിന്റെ ആയിരിക്കും പേര്, അത് ഞങ്ങളൊന്നും കണ്ടതല്ല. അപ്പൊ ഓറിയന്റ് ഇലക്ട്രോണിക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കട ഇദ്ദേഹം തുടങ്ങി. കാരണം ജോലിക്ക് അപ്പച്ചന് സുഖമില്ലാതെ ആയി, കൂടുതലായി, ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ആരും ഇല്ലാതൊക്കെ ആയി. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സുവിശേഷ വേല എന്നുള്ളത് ഇൻസൈഡ് കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഏതായാലും ആ ജോലി അവിടുന്ന് വിടാനായിട്ട് അവിടുത്തെ
ഓഫീസർ ഇൻ ചാർജ്, അവിടുത്തെ പ്രധാന വ്യക്തി സമ്മതിക്കത്തില്ല, ഇദ്ദേഹം മിടുക്കനായിരുന്നു കാര്യമൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ജോലിക്ക് കയറിയിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. നല്ലൊരു പൊസിഷനിൽ ഇരിക്കേണ്ട ഇതല്ലേ. അപ്പം പറഞ്ഞു പിന്നെ ജേക്കബ് ഡോണ്ട് ഡു, അങ്ങനൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക്, അപ്പോൾ പറഞ്ഞു എന്നാൽ ഈ വാട്ടർ കറണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഏതോ ഒരു ഇതുണ്ടായിരുന്നു, നീ അത് ശരിയാക്കി കൊണ്ടുവരുവാണെങ്കിൽ നിൻ്റെ റെസിഗ്നേഷൻ ഞാൻ സ്വീകരിക്കാം. അച്ഛൻ എന്നോട് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞു. അച്ചായനെ പ്രാർത്ഥിച്ച് സ്വപ്നത്തിൽ കൂടെ ദൈവം അതിൻ്റെ ഒരു സൊല്യൂഷൻ കൊടുത്തു. അതിൻ്റെ റിസൾട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് അപ്പം അവർക്ക് പിന്നെ റെസിഗ്നേഷൻ കൊടുക്കാതിരിക്കാൻ വയ്യ. അങ്ങനെ ദൈവം തന്നെയാ അവിടുന്ന് റെസിഗ്നേഷൻ കൊടുപ്പിച്ചതെന്നാണ് അദ്ദേഹം എന്നോട് സാക്ഷി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വന്നു. അത് കഴിഞ്ഞാണ് ഈ കട ഓറിയന്റ് ഇലക്ട്രോണിക്സ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു സ്കൂള് പോലെ, ഒരു റേഡിയോ എഞ്ചിനീയറിംഗ് ഒരു ചെറിയൊരു കോഴ്സ് പോലെ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് കർത്താവിൻ്റെ വേലയുടെ ഒരു പ്രഷർ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴീ ശ്രദ്ധിക്കത്തൊന്നുമില്ല, കട എങ്ങനെ പോകും, വല്ലവരും നോക്കും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പുള്ളി നെഗ്ലക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അവിടെ. ചുരുക്കി പറഞ്ഞ ഒരു ദിവസം ഉച്ചയ്ക്ക് പുള്ളി ഉണ്ണാനായിട്ട് വന്നിട്ട് പോയിട്ട് 940 സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നില്ല. അപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ താക്കോലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്കിനി ഒരു സ്റ്റെപ്പ് പോലും കടയിൽ പോകാൻ നടത്തിപ്പില്ല, ഞാൻ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെയാണ് പുള്ളി ആദ്യം ഇതിനു വേണ്ടി തീരുമാനം എടുത്ത കാര്യം ഞാൻ പറയാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ ടെസ്റ്റ് ചെയ്യാനാണ്, നിനക്കിനി ജോലിക്ക് വേണേ പോകാം, കേട്ടോണേ, നിനക്ക് ജോലിക്ക് പോണേ പോയിക്കോ, പക്ഷെ ഞാൻ എങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അന്ന് പറഞ്ഞത് എന്താ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നല്ലേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാ, നമുക്ക് 2 പേർ കൂടെ ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അന്ന് ഒരു 2:30 മണി സമയമായിരിക്കും, ഞാൻ ഓർക്കുന്നു, ഒരു ഉച്ച സമയത്ത്. ഈ വീട്ടിൽ ആരുമില്ല, ഞാനും അദ്ദേഹവും മാത്രം. അന്ന് ഈ വീടല്ല, അവിടെ ആ വീട് അത് വേറത്തേക്ക. ഇതുപോലത്തെ സൈഡ് റൂമിൽ ഞങ്ങളൊരു പായിട്ട് 2 പേരും കൂടെ കൈ വെച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ, കർത്താവേ, വളരെ ശ്രമകരമായി ഒരു സംരംഭം, നിൻ്റെ കൃപയുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അനേക വിശ്വാസവീരന്മാർ തകർന്നു വീണ പോർക്കളം, ദൈവമേ, ഞങ്ങൾക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, നിൻ്റെ ഹിതം ചെയ്യുവാനായിട്ട് ഞങ്ങളിതാ സമർപ്പിക്കുന്നു കർത്താവേ, നീ ആൾക്ക് കൃപ തന്ന് ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി 2 പേരും കൊണ്ട് സമർപ്പിച്ചു. അങ്ങനെയാണ് ആരംഭം. ആ ആരംഭം പോലെ തന്നെ അവസാനമായ, ഞാൻ കട്ട് ഷോട്ട് ചെയ്യാനായിട്ടാണ് പെട്ടെന്ന് ഇത് പറയുന്നത്, അതുപോലെ തന്നെയായിരുന്നു അവസാനം എന്നുള്ളത് ഞാൻ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഇങ്ങനെ കർത്താവിൻ്റെ വേലയൊക്കെ ഇങ്ങനെ ചെയ്തല്ലോ. ഒടുക്കം അവസാനമായപ്പോൾ ആ ദിവസം ഇതുപോലെ തന്നെ അദ്ദേഹം പോകുമെന്ന് ആർക്കും അറിയത്തില്ല, കാരണം ഓർമ്മക്കുറവ് വന്നിട്ടില്ല. അങ്ങനെ ബെഡ് റിഡനായിട്ട് കിടന്നേ ഇല്ല, യാത്ര ചെയ്യാൻ വയ്യാത്തൊരു പ്രയാസമേ ഉണ്ടായിരുന്നു. അപ്പം പിറ്റേ ദിവസം ഇവിടെ ഒരു കല്യാണം നടക്കണം. അപ്പോൾ ഈ ഹോളിൽ വെച്ച് കല്യാണം നടന്ന IM-ൽ പിന്നെ അതിൻ്റെ റിസപ്ഷനൊക്കെ തീരുമാനിച്ചേക്കുക. ആ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ചയല്ലേ അപ്പച്ചൻ മരിക്കുന്നത്, ശനിയാഴ്ച കല്യാണം നടക്കണം. അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒരു പ്രെയർ, ഒരു സിസ്റ്റേഴ്സ് മീറ്റിങ്ങിന്, നമ്മുടെ സഭയല്ല, ഒരു സഭയിൽ എന്നെ ഒന്ന് വിളിച്ചു. അപ്പോൾ അച്ചായൻ തന്നെ ഡേറ്റ് കൊടുത്തതും ഡ്രൈവറെ കുട്ടി എന്നെ വിട്ടതും ഒക്കെ. അന്ന് രാവിലെ ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് ഉച്ചയ്ക്ക് വന്നു. അപ്പോൾ അച്ചായൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തോ അച്ചായൻ, അപ്പോൾ പകലെന്തോ ഗ്യാസിൻ്റെ ഒരു ട്രബിൾ പോലെ തോന്നിയെന്നവർ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആ പകൽ ആരാണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വരുമ്പോഴേ ആരുമില്ല. ഇങ്ങനെ പറഞ്ഞു, ഒരുവിധം ഇവിടുത്തെ പാസ്റ്ററും ഭാര്യയുണ്ട്. അങ്ങനെ ആയി, അങ്ങനെ ഇരിക്കുന്നു, വലിയ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുക. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഈ കല്യാണ വീടുണ്ടല്ലോ, അപ്പം ഉച്ച കഴിഞ്ഞപ്പോഴും എല്ലാവരും നിങ്ങളൊക്കെ ആ വീട്ടിൽ പോയി പ്രാർത്ഥനയൊക്കെ നടത്തുമെന്നും പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് വേറെ ഒരു ഡോക്ടർ ഫാമിലി അച്ചായനെ പ്രാർത്ഥിക്കാനായിട്ടൊരു കല്യാണം കഴിഞ്ഞ ഒരു ന്യൂ ഫാമിലി ഇവിടെ വന്നു. അവർക്ക് വേണ്ടി നല്ല പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച്, നല്ല ഓർമ്മയോടുകൂടെ പ്രാർത്ഥിച്ചൊക്കെ വിട്ട് അവരെയും പ്രാർത്ഥിച്ച് വിട്ടു.
അപ്പോൾ ഒരു 6:30 മണിയായി. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഓക്കെ. അപ്പം ഞാനെന്നാ ഒരു കാര്യം ചെയ്യും, ഞാനും ഒന്ന് കിടക്കാം, അച്ഛൻ കിടക്കുകയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിലോട്ട് പോയി. അച്ഛനും ഇവിടെ കിടക്കുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ എനിക്കൊരു വ്യക്തമായ മലയാളത്തിലെ പക്ഷെ സംസാരിച്ചു. ഇപ്പം പത്രം വായിക്കും, ഞാൻ പേപ്പറൊന്ന് വായിച്ചിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ച് മനോരമ നൂർത്തതേ ഉള്ളൂ. പത്രം എന്നാണ് പറഞ്ഞത്. ഇപ്പം പത്രം വായിക്കണ്ട, പോയി പ്രാർത്ഥിക്കുന്നു. ശബ്ദമായിട്ട് കേൾക്കുക. ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. പോയി പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ റൂമിൽ അപ്പോൾ പോകണ്ടേ. അപ്പം പോയി പ്രാർത്ഥിക്കുന്നു. ഞാൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല, ആരാ പറഞ്ഞതൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ വേഗം പത്രം മടക്കിയില്ല, കസേര നീക്കിയിട്ടില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ കിടന്ന ആള് പുള്ളി പ്രാർത്ഥിക്കാൻ ചമ്രപ്പൂട്ടിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ, നീട്ടി വയ്ക്കാൻ പറ്റത്തില്ല കാലം. അങ്ങനെ ഇരിക്കുക, പ്രെയർ പോസിൽ ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു എന്തു പറ്റി? ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഇതൊന്നും പറയാൻ എനിക്ക് സമയമില്ല, കാരണം ഞാൻ വലിയ തിടുക്കത്തിലാണ്. പുള്ളിക്കാരൻ റെഡി ആയിട്ടിരിക്കുക. പുള്ളി റെഡി ആയിട്ടിരിക്കുക. അപ്പം അതല്ല, എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. പോയി പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കത്തില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനാണ് കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരടി പാട്ടും പാടി അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ആ സെയിം പൊസിഷനിൽ ഞങ്ങൾ ആരംഭത്തിൽ എങ്ങനെ തുടങ്ങിയോ അതുപോലുള്ള പൊസിഷനിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവമേ, ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയാം. അപ്പോഴും പോകാമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കൈ പതുക്കെ റിലീസായെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പം ചരിയുന്നു, കിടക്കണമെന്ന്. അപ്പം ഇങ്ങനെ ചമ്രപ്പോട്ടിരിക്കുന്ന ആളെങ്ങനെ കിടക്കും? അപ്പം ഞങ്ങളുടെ ഒരു മോള്, കെട്ടിച്ചു വിട്ട ഒരു മോള്, അവൾ കോളേജിൽ ചങ്ങനാശ്ശേരി പഠിക്കുന്ന, അവള് സന്ധ്യയ്ക്കാണ് വരുന്നത്. വന്നു കഴിഞ്ഞ് അങ്ങേ റൂമിലുണ്ട്. മോളെ പേഴ്സസേ ഒന്നും, അവളെ ഞാൻ ഉറക്ക വിളിച്ച് ഓടി വന്നു. അവൾ വന്ന് കാലൊന്നും, ഞാൻ പറഞ്ഞില്ല, അവൾ കാല് നൂത്ത് വെച്ചു. അച്ഛനൊന്ന് കിടക്കണമെന്ന് തോന്നുന്നു. ഹി വാസ് ഗോയിങ്. എനിക്കറിയത്തില്ല. അങ്ങനെ കർത്താവ് അത്ഭുതമായിട്ട്, വാസ്തവത്തിൽ ആരുമില്ല അവിടെ. എത്രാമത്തെ വയസ്സായിരുന്നു? 77 കഴിഞ്ഞു. 2 മാസം കൂടെ കഴിഞ്ഞാൽ 8 ആകുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 77 എന്നുള്ള എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ പുള്ളി ചേർക്കപ്പെട്ടത് സുബോധത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ ഞാൻ അറിഞ്ഞു ഇവിടെ ഒരു ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ പലരും വരും. അതൊരു ഒരു പ്രായം കുറഞ്ഞൊരു കൊച്ചനുണ്ടായിരുന്നു. അപ്പം അവനോട് പറഞ്ഞിരുന്നെന്ന്, എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം മരിക്കണമെന്ന് ആഗ്രഹമെന്ന് പറഞ്ഞെന്ന് അപ്പോഴല്ല ഞാൻ അറിയുന്നത്, പിന്നീട്. അങ്ങനെ ദൈവം അത്ഭുതമായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ വാസ്തവത്തിൽ ഒരു ഭയാശങ്കയൊന്നും അല്ല ഉണ്ടായത്. അത് ഞാൻ എല്ലാവരും കേൾക്കാനായിട്ട് പറയുക. എന്നാൽ അച്ചായൻ പോയല്ലോ, എന്തായിത്തീരുമെന്ന്. അങ്ങനെയല്ല, എനിക്കറിയാം ഈ ദൈവം ഒരു വലിയ അഷ്വറൻസ് എനിക്ക് തന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരു ധൈര്യം, ഉറപ്പും തന്നു. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ എന്തിന് ഈ രോഗശാന്തിക്ക് വേണ്ടി ഇത്രയും പിടിച്ചു നിന്നിട്ട് എന്തിനിങ്ങനെ അതിന് വിപരീതമായ ഒരവസ്ഥയിൽ കൊണ്ടുപോയിട്ട് സൗഖ്യം തന്നു എന്ന് ഒരു ദിവസം ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. ആ ഒരു കൊമ്പുണ്ടായിരുന്നു രോഗശാന്തിയുടെ, അത് ഒടിക്കാനായി. അങ്ങനെ തന്നെ പറഞ്ഞു. മനസ്സിലായി. അത് ഒടിച്ചു കളയാനായിട്ട് കർത്താവ് നമ്മളെ അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ കർത്താവിൻ്റെ കുഴപ്പമല്ല. ആ കൊമ്പ് നമ്മുടെ ഒടിഞ്ഞു. നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, വാസ്തവത്തിൽ ഇതൊക്കെ വാസ്തവത്തിൽ ദൈവം ഓരോരുത്തർ. അപ്പം ഞാൻ ഓർക്കുക, അപ്പം ഞാൻ ഇത്രയും നാൾ ഈ പേടിയുള്ള, ഞാൻ ഈ ട്യൂബർകുലോസിസിനോട് കൊച്ചിലെ ഇത്രയും പേടിയുള്ള ഞാൻ ഈ അച്ചായൻ്റെ കൂടെ ഇത്രയും നാൾ നടന്നു. ഒരു ദിവസം പോലും ഭയപ്പാടോടും ഞാൻ മാറി നിന്നില്ലല്ലോ. ഞാൻ ശുശ്രൂഷിച്ചു, എല്ലാ കാര്യവും കൂടെ പോകേണ്ടടുത്തെല്ലാം പോയി. അത് ദൈവം തന്നൊരു കറേജല്ലേ, ഒരു ധൈര്യം. തീർച്ചയായിട്ടും ഒക്കെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ, ഇത്രത്തോളം ഞാൻ എനിക്കൊരു യോഗ്യതയില്ലല്ലോ കർത്താവേ എന്ന്. അപ്പം ഞാനിന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പം 71-ാം സങ്കീർത്തനം 18-ാം വാക്യം ഇന്ന് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത്
വരും തലമുറയോട് അറിയിക്കാനും കർത്താവിൻ്റെ വീര്യപ്രവൃത്തിയെക്കുറിച്ച് പറയാനൊക്കെയാണ് എന്നൊരു വാക്യം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നിങ്ങളിങ്ങനെ വരുന്നെന്ന് ഇതെല്ലാം കോയിൻസൈഡ് ചെയ്ത്, അപ്പം ഞാനിതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിമിത്തങ്ങളായിട്ട് എന്ന് പറഞ്ഞാലേ നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടല്ലോ. അതെ, ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ രുചിച്ചറിയുക. അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി ആഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇൻ ദ സ്പിരിച്വൽ ഫീൽഡ് വി ആർ അണ്ടർഗോയിങ് സോ മെനി ഇഷ്യൂസ്. പക്ഷേ അതൊക്കെ ഉണ്ടായിട്ടും എനിക്കൊരു ആത്മധൈര്യം ദൈവം തന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ദൈവം തന്നതാണ്. കർത്താവ് അതെന്നെ അത്ഭുതമായിട്ട് അങ്ങനെ നടത്തുന്നു. അപ്പം ഞാൻ ഓർക്കും, എന്നാൽ ഇനി ഞാൻ ചിലപ്പോൾ കർത്താവിനോട് ചോദിക്കും, കർത്താവേ ഇനി മന്ത്സാണോ അതോ ഇനി 1 ഇയർ ഉണ്ടോ, എത്ര ഡേയ്സ് ഉണ്ട്, ഇങ്ങനെ നമ്മുടെ ഒരു രസമായിട്ട് ഇങ്ങനെ ചോദിക്കുക. പേടിയൊന്നും ഉണ്ടായിട്ടല്ല. ഇനി നമുക്ക് കർത്താവിൻ്റെ വേല കർത്താവ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ തുടർന്ന് ചെയ്തോളും, നമ്മൾ ബോധർ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ വിശ്വസ്തയായിരിക്കുക, അതല്ലേ കർത്താവ്. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വസ്തത അതാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എത്ര വിശുദ്ധീകരണം, ഞാൻ എപ്പോഴും പറയും എബ്രായ ലേഖന കർത്താവിന് എനിക്ക് ആ അധ്യായം വലിയ ഇഷ്ടമാണ്. കാരണം നമ്മൾ എത്ര വിശുദ്ധി പ്രാപിച്ചാലും കർത്താവിൻ്റെ വിശുദ്ധിയോടടുക്ക് വരുന്നില്ല അല്ലേ. അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനായിട്ട് നമ്മളെ ശിക്ഷിക്കുന്നു എന്നല്ലേ പറയുന്നത് അല്ലേ. ടു റീച്ച് ദാറ്റ് ഹോളിനെസ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? അത് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഡ്രോബാക്സ് ആണ്. എത്ര നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ചാലും ഉണ്ട്. അതുകൊണ്ട് അമ്മച്ചി 85 വയസ്സ് അല്ലേ, 85 വയസ്സ് വരെ ദൈവം നടത്തി. അതെ, അത്ഭുതകരമായിട്ട് നടത്തി. ഇതുപോലുള്ള നിരവധി അനുഭവങ്ങളും പറയാൻ ഒത്തിരി സാക്ഷ്യവും കാണുമെന്ന് എനിക്കറിയാം. നമ്മൾ പറഞ്ഞാൽ മണിക്കൂറുകൾ ഇരുന്ന് പറയേണ്ടി വരും. എനിക്കറിയാം, മനസ്സിലായി. എങ്കിലും 1-2 ചോദ്യങ്ങൾ. പാസ്റ്റർ എം വി ജേക്കബ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ്റെ ഭാര്യയായിട്ട് കൂടെ ഒന്നിച്ച് നിങ്ങൾ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തെ ഒന്ന് വിലയിരുത്താൻ പറഞ്ഞാൽ എന്തോ പറയും? വിലയിരുത്താൻ പറഞ്ഞാൽ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഇന്നലെയും സംസാരിച്ചു. മിക്കവാറും ഞങ്ങൾ അധികം ഒന്നും സംസാരിക്കാറില്ല, പറയുന്നത് വല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. എൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ ഇവിടെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞുമോൻ അതുപോലെ, കുഞ്ഞുമോൻ എന്ന് പറയുമ്പോൾ അച്ഛനേക്കാളും പുള്ളിക്കാരി ഇച്ചിരി ഇളയതെങ്കിലും സ്ഥാനമുണ്ടല്ലോ, മനസ്സിലായി. കുഞ്ഞുമോനെ പോലെ ആത്മാർത്ഥതയും വിശ്വസ്തതയും ദൈവത്തോടുള്ള പ്രതിബദ്ധതയുള്ളവരൊന്നും അധികം ഇല്ല കേട്ടോ. ചേച്ചി എന്നോട് പറയുക. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. കർത്താവിനോടൊരു തീരുമാനമെടുത്തു പുള്ളി. പിന്നെ ജീവിതത്തിൽ മുമ്പോട്ട് പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമോശങ്ങൾ വന്ന് കാണും. ഹ്യൂമൻ ബേസിസിൽ വരുമല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പം ചോദിക്കും, അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നിട്ട് ഇപ്പം അതെന്താ അങ്ങനെ ആയി, ഇതെന്താ, അങ്ങനെയൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. ഉറപ്പായിട്ടും അത് വരും. പക്ഷേ എന്നാലും പുള്ളിക്കൊരു ഉള്ളിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് പുള്ളി സൂക്ഷിച്ച വ്യക്തിയാണെന്ന് 100% ഐ എം ഷുവർ. ഭാര്യ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിവുണ്ട് പറയാം അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രസാവഹമായ ഒരു ഇൻസിഡൻറ്റ് പറയട്ടെ. മരിക്കുന്ന ദിവസം മുമ്പ് അപ്പോൾ ആരാണ്ട് ഞങ്ങളുടെ പാസിൻ്റെ ഭാര്യയോട് ചോദിച്ചു, പിന്നെ അപ്പച്ചൻ ആരാ വെള്ളം കൊടുത്തേ, അങ്ങനെ ചോദിക്കുമല്ലോ ചിലർ. വെള്ളമോ, ഞങ്ങൾ ഉപ്പേരിയാണ് കൊടുത്തേ അപ്പച്ചന് മരിക്കുന്നതിന് മുമ്പ്. അവളുടെ മറുപടിയാണ് ഒരു ഐറോണിക്കലായിട്ടുള്ള മറുപടി. ആ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് ഇവിടുത്തെ ഒരു പാസ്റ്ററിൻ്റെ ഭാര്യ അച്ചായനൊരു ഗോതമ്പ് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു 10 ഉപ്പേരി കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ അപ്പം അങ്ങനെ അച്ചായന് ഇഷ്ടമുള്ളത് എല്ലാവർക്കും എങ്ങനെയെങ്കിലും അച്ചായനെ കഴിപ്പിക്കണം കുടിപ്പിക്കണം എന്നുള്ള വിചാരമുള്ളവരാ സകല മനുഷ്യർക്കും, ഏത് രാജ്യത്ത് പോയാലും അതാ. അങ്ങനെ ഒരു പാസ്റ്ററിൻ്റെ ഭാര്യ കുറച്ച് ഉപ്പേരി ഇവിടെ കൊണ്ടു തന്നായിരുന്നു. ഞാനിവിടെ ഇല്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ഹെൽപ്പർ അത് കൊണ്ടു തന്നു. ഇങ്ങനെ ഉണ്ട്, അമ്മാമ്മ കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പച്ചന് വേണ്ടിയുള്ളത്. അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവം, ഞാൻ അങ്ങോട്ട് മുറിക്കകത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു, ഉപ്പേരി ഇപ്പോൾ കൊടുക്കണോ, എൻ്റെ മനസ്സിൽ പറയുക. അപ്പോൾ ഇല്ല, 7 മണിക്ക് പിന്നെ കഞ്ഞി കുടിക്കുമല്ലോ, അപ്പം കൊടുത്താൽ മതി. കാരണം പുള്ളിക്കൊരു സ്വഭാവമുണ്ട്, അങ്ങനെ അഥവാ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പറയും, നിനക്കറിയത്തില്ലേ ഞാനിപ്പം കഞ്ഞി കുടിക്കുമ്പോൾ ഇത് കഴിക്കുന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പം എൻ്റെ മനസ്സിൽ പറയാം,
അല്ല ഒന്ന് കൊടുത്തു നോക്കാം. ഞാൻ അപ്പോൾ 7 മണിക്ക് മുമ്പ് ഇച്ചിരി ഉപ്പേരി എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്നു. 2 ഉപ്പേരി തരട്ടെ. ഉപ്പേരിയോ? സാധാരണ പുള്ളി അങ്ങനെയൊന്നും എല്ലാം ഒന്നും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളല്ല, വളരെ സ്ട്രോങ് ആണ് ആൾ. അപ്പം ഞാൻ പറഞ്ഞു ഉപ്പേരിയുണ്ട്, തങ്കമ്മ കൊണ്ട് തന്നത് ഉപ്പേരിയാണ് എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അത് പതിവില്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് 2-3 മേടിച്ചു കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 2-3 കൂടെ ഇരിക്കും, തരട്ടെ. എന്നാ താ എന്നും പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഉപ്പേരി മേടിച്ച് കഴിച്ചു. അത് വൺ ഓഫ് ദ വണ്ടേഴ്സ് ആയിട്ട് ഞാൻ പുള്ളി ഒരിക്കലും ചെയ്യത്തില്ല. അപ്പം ഞാൻ ഓർത്തു, നേരെ മറിച്ച് പുള്ളി പോയി കഴിഞ്ഞെങ്കിൽ ആ ഉപ്പേരി കാണുമ്പോൾ എനിക്ക് സഹിക്കുമോ? അങ്ങനെ കൊച്ചു കാര്യത്തിൽ പോലും കർത്താവ് എന്നെ എന്ത് കാര്യമായിട്ട് ദൈവം എൻ്റെ കുറവുകളൊക്കെ ക്ഷമിച്ച് എന്നെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് കൊച്ചു വയസ്സിൽ എൻ്റെ പിതാവ് പോയെങ്കിലും എൻ്റെ നല്ല ഒരു അപ്പച്ചനായിട്ട് തന്നെ സ്വർഗീയ പിതാവ് എന്നെ എല്ലാ കാര്യത്തിലും കൺസിഡർ ചെയ്ത് എനിക്ക് വേണ്ടി എനിക്ക് ഇതൊന്നും പറയാൻ ഇനി വാക്കുകളില്ല. ഞാൻ ചിന്തിക്കുന്നതിനേലും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമല്ലോ, അതൊരു ക്ലീഷേ പോയി നമ്മളെപ്പോഴും പറഞ്ഞു. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ എത്രയോ കാര്യങ്ങൾ ദൈവം കരുണ ചെയ്തത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴുള്ള ഭയം, ഇത്രയും എന്നെ കൺസിഡർ ചെയ്ത ദൈവത്തെ ഞാൻ ഇത്രയും സ്നേഹിച്ചാൽ മതിയോ, ഇത്രയും കർത്താവിന് വേണ്ടി നിന്നാൽ പോരല്ലോ എന്നുള്ള ഒരു അപകർഷതാബോധമാണ് എനിക്കിപ്പോൾ ഉള്ളിലുള്ളത്. അതുകൊണ്ട് കർത്താവേ കൃപ തരണമേ. പിന്നെ എനിക്കുള്ള ഇന്നത്തെ ആത്മീയ കോളത്തെ നോക്കി ഭയങ്കര ദുഃഖമാണ്. കാരണം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, സ്റ്റാർട്ട് ചെയ്തവരാരും അബദ്ധം ചിന്തിച്ചല്ല സ്റ്റാർട്ട് ചെയ്ത്. തീർച്ചയായിട്ടും ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഹൂ സ്റ്റാർട്ടഡ് ദ സ്പിരിച്വൽ ലൈഫ് അവർ വിചാരിക്കുന്നതെന്ന് അങ്ങേയറ്റം നല്ല ഒരു സ്പിരിച്വാലിറ്റി കൂടെ പോകണമെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല അല്ലാത്ത പരിപാടിയിൽ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. ബട്ട് ഇടയ്ക്ക് ഡീവിയേറ്റ് ചെയ്ത് പോവുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തുമാത്രം ഭയപ്പെടണമെന്ന് ഞാൻ ഓർക്കുക. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവരെല്ലാവരോടും എനിക്കൊരു വലിയ അപേക്ഷയുള്ളത്, നിങ്ങൾ ഏത് കോൺഗ്രിഗേഷനിലായിക്കോട്ടെ, നിങ്ങൾ ആരുടെ കൂടെ നിങ്ങൾ പോകുന്നു എന്നുള്ളതല്ല, നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിൽ കർത്താവിനോട് കൂടെ വസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ജയിക്കുന്നവർക്ക് മാത്രമേ അവിടെ അവകാശമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോഴവിടെ യാതൊരു കോംപ്രമൈസും അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ എത്ര വിശുദ്ധീകരണം പ്രാപിച്ചാലും അവൻ്റെ വിശുദ്ധി പ്രാപിച്ചില്ല, ഞാനും പ്രാപിച്ചിട്ടില്ല. പക്ഷേ അത് വേണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന് പതുക്കെ ഇച്ചിരി ഡീവിയേഷൻ വരുന്ന സാരമില്ല എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ, അത് നമുക്ക് വേണ്ട. ഓക്കെ, പക്ഷേ എം.ഇ. ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉപദേശ വിഷയങ്ങളിൽ വളരെ കണിശക്കാരനും നിർബന്ധ ബുദ്ധിയുള്ള ആളുമായിരുന്നു, അല്ലേ? അഡമൻ്റായിട്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല വിഷയങ്ങളിലും പലരെയും പിണക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? പലരെയും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെ അതൊന്നും പുള്ളി അങ്ങനെ വന്ന് കാണുമായിരിക്കുമുള്ള കാര്യം. അതൊന്നും ഞാൻ അത്ര അങ്ങോട്ട് കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി, ഒരു ബന്ധം? ഈ പുറത്ത് കാണുന്ന അത്രയും സീരിയസ് ആയിട്ടുള്ള രീതിയിലായിരുന്നോ? തമാശയൊക്കെ പറയുമായിരുന്നു? അല്ല, പക്ഷെ എപ്പോഴും ഒരു മണി അവസാനമൊക്കെ ആകുമ്പോൾ ഒരു മണി കഴിയുമ്പോൾ ചോദിക്കും, നീ ഉറങ്ങിയോ എന്ന് ചോദിക്കും. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. അവസാനം കുറേ നാളുടെ കാര്യം ഞാൻ പറയാം. പുള്ളി സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പ്രാർത്ഥിക്കും. എന്നാൽ സാധാരണ എല്ലാവരും പറയത്തില്ല, കർത്താവേ മക്കളെ അങ്ങനെ ആക്കണേ ഇങ്ങനെ ആക്കണേ എന്ന്. ഒന്നും പ്രാർത്ഥിക്കും. ഈ മക്കളുടെ വിഷയത്തിലൊക്കെ പുള്ളിക്ക് ആകുലതയൊന്നും ഇല്ലായിരുന്നു. അതാ പറഞ്ഞേ, മക്കൾക്ക് വേണ്ടി ഒന്നും, അയ്യോ മക്കൾ കർത്താവേ എന്നാൽ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെ കൊച്ചുമക്കളുടെ, അതൊന്നും പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അത്ഭുതം. ഈ സ്പിരിച്വൽ ഫീൽഡ് അല്ലാതെ പുള്ളിക്ക് പ്രാർത്ഥനാ വിഷയം ഒന്നും പതിവില്ല. പക്ഷേ ഇന്ന് അത് പറഞ്ഞാൽ ആർക്കും ദഹിക്കത്തുമില്ല. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം.
പിന്നെ വല്ല തമാശ എന്ന് പറഞ്ഞാൽ അധികം പിന്നെ സ്പിരിച്വൽ അല്ലാത്ത തമാശ ഒന്നും പറയത്തില്ല. പുള്ളി എപ്പോഴും പുള്ളിക്ക് അങ്ങ് ബേഡനല്ലേ, എപ്പോഴും ബേഡനാ. ഏതായാലും ദൈവം തക്ക സമയത്ത് പുള്ളിയെ കൊണ്ടുപോയി എന്നുള്ളത് ഒരു അത്ഭുതം. ഞാൻ ഓർക്കും, ഓർമ്മയില്ലാതെ കിടന്നു പോകാതെ ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ് അത്. അങ്ങനെ എന്ത് ചെയ്യാനാ, അങ്ങനെ കിടന്നത് അവരുടെ ദോഷം കൊണ്ടാണെന്ന് ഞാൻ പറയത്തില്ല ദൈവമേ. പക്ഷേ കിടക്കാതിരുന്ന ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെന്ന് പറയാമല്ലോ. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ വലിയ കരുതൽ കൊണ്ടാണ് അങ്ങനെ കിടക്കാതെ പോയത്. ഓക്കെ, അമ്മച്ചിയുടെ ജീവിതത്തിൽ ഇനിയുള്ള ആഗ്രഹം എന്തോ? എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവേ, ഇപ്പം ഞങ്ങളിവിടെ ഒരു ചെറിയ ഒരു കുടിവരവുണ്ട് ഇവിടെ. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു മകനാണ് ഉള്ളത്, ഈശോ ജേക്കബ്. ഞങ്ങൾ മണക്കാലം തൊട്ടുള്ള പരിചയം. ഈ ഈശോ ജേക്കബിന്റെ ജന്മം എങ്ങനെയാന്നാവോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈശോ ജേക്കബിന്റെ മുമ്പില് എനിക്കൊരു അതെപ്പോഴാന്ന് പറഞ്ഞാൽ, ഞാൻ ഈ എമ്മഡിന് പഠിക്കുമ്പോൾ, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, എമ്മഡിന് പഠിക്കുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അമ്മച്ചി പറഞ്ഞു, ട്രിവാൻഡ്രത്താ പഠിക്കുന്നത്. അമ്മച്ചി പറഞ്ഞു, എടി അങ്ങനെ പ്രഗ്നന്റ് ആയവരൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോവും, നീ അമ്മച്ചിക്ക് ഭയങ്കര പഠിക്കാം. അങ്ങനെ ഞാൻ പോയി ഒരു വീട്ടിലൊക്കെ താമസിച്ചു, അങ്ങനെയൊക്കെ പോയി. ചുരുക്കി പറഞ്ഞ ആദ്യത്തെ കൊച്ച് അങ്ങനെ നഷ്ടപ്പെട്ടു. അത് മെംബ്രെയിൻ നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ മെഡിക്കൽ അങ്ങനെ നഷ്ടപ്പെട്ടത് കൊണ്ടാണത് പോയെന്ന് നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് എനിക്ക് എക്സ്പീരിയൻസും ഇല്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ അത് പോട്ടെ. സെയിം തിങ് ഹാപ്പൻഡ് ഇൻ ദിസ് കേസ് ഓൾസോ. അപ്പോഴിവിടെ വന്നു. അപ്പോൾ ഇവൻ്റെ ഇതിൽ അപ്പം 10 ദിവസം, മറ്റേതൊരു 7 ദിവസം മുമ്പാണ് മെംബ്രെയിൻ പോയി, കൊച്ചും പോയി. 10 ദിവസം മുമ്പ് ഇവൻ്റെ വിഷയത്തിൽ മെംബ്രെയിൻ പോയി. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ഇവിടെ ഉണ്ട്, ഇവൻ്റെ പ്രായത്തിലുള്ളവരെ മോൻ ഇപ്പോഴും ഉണ്ട്. ആ കൊച്ചമ്മയ്ക്ക് തലേ ദിവസം പിറ്റേ ദിവസമായിട്ട് യാക്കോബായില്ല കൊച്ചമ്മ ഇവിടെ വന്ന് പറഞ്ഞു, കുഞ്ഞമ്മേ നിങ്ങൾ എന്തോർത്തോണ്ടായി ഇതിങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ വീട്ടിൽ ആ ഡോക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ ഡോക്ടറുടെ ഭാര്യ കൊച്ചമ്മ, അവർ ഭയങ്കര ലേഡി ഡോക്ടർ. അവർ രണ്ടുപേരും വലിയ അവാർഡൊക്കെ മേടിച്ചവരാണ്. ഈ പുള്ളിക്കാരി ഗൈനക്കോളജിസ്റ്റ് വലിയ ഇത്. അപ്പോഴേ ആദ്യത്തെ എൻ്റെ ഡെലിവറിക്ക് അവർ ഇവിടെ വന്നിട്ട് അത് ഞാൻ പറയുന്നില്ല, ചുരുക്കി പറഞ്ഞാൽ അവർ അത്ഭുതപ്പെട്ട് അവർ തിരിച്ചു പോകാൻ പോയപ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇങ്ങനെ സ്റ്റിൽ ബർത്ത് ഉള്ള ഒരു കൊച്ചുണ്ടായി, അതൊക്കെ കഴിഞ്ഞു. അങ്ങനായി. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല അന്ന്. അപ്പം ആ കൊച്ചമ്മ പറയും, എന്നോട് വലിയ സ്നേഹമൊക്കെയാണ്, പറഞ്ഞു കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ അവർക്ക് മെഡിക്കൽ എയ്ഡ് ഒന്നും വേണ്ട, പിന്നെ എന്തിനാ ഡോക്ടേഴ്സ് എന്നൊരു ആരോ പറഞ്ഞതായിട്ടൊരു ചെറിയ അറിവ് അച്ഛൻ്റെ ചെവി കേട്ടതുകൊണ്ട് നീ കൊച്ചമ്മയെ വിളിക്കാൻ പാടില്ല എന്നായി ഓർഡർ. അപ്പോഴേ ഞങ്ങളുടെ ഈ പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ വൈഫിൻ്റെ അനിയത്തി ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. ആ അമ്മാമ്മ വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമോനെ നീ ഇങ്ങനെയൊക്കെ പറയാതെ നീ കൊച്ചമ്മയെ വിളിച്ച് കുഞ്ഞമ്മയെ കാണിക്കുക. അപ്പം പുള്ളി അത് ഇഷ്ടമില്ല. നിങ്ങൾ കേൾക്കണോ, TPM 35 വർഷം മുമ്പ് മിഡ്വൈഫറി പഠിച്ച ഒരു മദർ ഇവിടെ ഉണ്ട്. ഒരു കൺവെൻഷൻ നടക്കുക ഇവിടെ. ആ മദർ ഇവിടെ വന്നിട്ടുണ്ട്. 35 വർഷം മുമ്പ് മിഡ്വൈഫറി പഠിച്ച ഒരു പാവം പിടിച്ച ഒരു മദർ. ആ മദറിനെ എനിക്ക് കൂട്ടിനിരുത്തിയേക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ആരും അങ്ങനെ ഇരിക്കത്തില്ല, അവരുടെ ദൈവകൃപ കൊണ്ട് അവരിരുന്നതാ. അപ്പം ചുരുക്കി പറഞ്ഞാൽ കൺവെൻഷൻ അവിടെ നടക്കുക. അച്ചായൻ അവിടെ ഈ വെള്ളൂക്കുളം എന്ന് ഇവിടെ അടുത്തൊരു സ്ഥലത്താണ് കൺവെൻഷൻ നടക്കുക. അച്ചായൻ ഓടിപ്പോവും. അപ്പം അച്ചായന് ആകപ്പാടെ ഒരു ആങ്സൈറ്റി ഉണ്ട്, ഒന്നിങ്ങനെ ഭവിച്ചില്ലേ. അപ്പം ആളുകളിങ്ങനെ നോക്കിയിരിക്കും. അപ്പം എന്തായി, അപ്പം എന്നോട് ചോദിക്കും, നിനക്ക് പേടിയുണ്ടോ? ഇങ്ങനെ ചോദിക്കും. നിനക്ക് അധൈര്യം ഉണ്ടോ? ഇല്ല. പിന്നെ രണ്ടാമത് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടോ? ഈ 2 ചോദ്യമാണ് പുള്ളി ചോദിക്കുന്നത്. അധൈര്യം ഉണ്ടോ? ഇല്ല. മൂവ്മെന്റ്സ് ഉണ്ടോ? ഉണ്ട്. ഇത് രണ്ടും കേൾക്കും പുള്ളി പിന്നെയും പോവും. ഇങ്ങനായി എൻ്റെ മോനെ എന്ത് പറയാനാ. ചുരുക്കി പറഞ്ഞാൽ ഈ കൺവെൻഷൻ്റെ ഞായറാഴ്ച ദിവസം
അത്ഭുതമായിട്ട് 9:45 ഈ മെംബ്രെയിൻ പോയി വരണ്ട് കിടന്ന ഇവനെ ദൈവം അത്ഭുതമായിട്ട് ആ മദർ ഇവൻ്റെ ചെവിയിലോട്ട് വരുന്നു. ഈശോ ഈശോ എന്ന് പറയുന്നത് കേട്ടോ. ആ പേരറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഓ, അങ്ങനെ ഈശോ എന്നുള്ള പേര്. അല്ല, ഈശോ എന്ന് വല്യപ്പച്ചൻ്റെ പേരുമാ. മനസ്സിലായി. അത് അറിഞ്ഞോണ്ടല്ല, പുള്ളിക്കാരി ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് വെച്ചോണ്ടായിരിക്കാം അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചുണ്ടായ സന്തതിയായിരിക്കുന്നത്. അവിടെ അത്രയും കൺവെൻഷൻ ഉള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈ പൊക്കി ദൈവ അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം പറഞ്ഞുണ്ടായ സന്തതിയായിരിക്കുന്നു. പിന്നെ ദൈവം വെറുതെ വിടുവോ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആക്കിയത്. അങ്ങനെ കർത്താവിൻ്റെ പ്രവൃത്തി. അപ്പം എൻ്റെ ചിന്താഗതി കർത്താവിന് വേണ്ടി അവസാനിക്കണമെന്ന് തന്നെയാണ്. പിന്നെ ആഡ്വേഴ്സ് ആയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ ഹൃദയത്തിന് വേദന തോന്നി തന്നെ ഇരുന്ന് കർത്താവിൻ്റെ മുമ്പ് കരയും, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും കരയാറില്ല. ദൈവത്തോട് കർത്താവേ എന്താ ഇതിങ്ങനെ എന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു ആങ്സൈറ്റിയോ അല്ലെ അബദ്ധമായെന്നോ പിന്നെ എന്താ ഇങ്ങനെ ഭവിച്ചെന്നോ ഇങ്ങനെ ഒന്നും ഞാൻ ചോദിക്കാറില്ല. കർത്താവേ അങ്ങേയറ്റം ഞാൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനെനിക്ക് യാതൊരു കോട്ടവും വന്നിട്ടില്ല. എനിക്ക് ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ അത്ഭുതമായിട്ട് എന്നെ വേണ്ടതുപോലെ ദൈവം ആക്കി തീർത്തു. ഇത്തിരി ആഡ്വേഴ്സ് ഒക്കെ ഉണ്ടായെങ്കിലേ നമ്മൾ ശരിയാകത്തുള്ളൂ. അങ്ങനെ ദൈവം പാട്ട് പാടുവോ? ദൈവ കൃപ കൊണ്ട് പാട്ട് എഴുതാനും ദൈവം കൃപ തന്നു. അത് ഞാൻ പറയുന്നില്ലെന്ന് വെച്ച് എന്തിനാ അതൊക്കെ പറയുന്നേ. അനേക പാട്ടുകൾ എത്ര പാട്ട് കൗണ്ട് ചെയ്തിട്ടില്ല. റൗണ്ട് അബൌട്ട് ഒരു 100 കാണില്ലേ സജി? മോർ ദാൻ 100 കാണുമായിരിക്കും. അതൊന്നും. അതിലൊരു പാട്ടൊന്ന് പാടിക്കും 4 വരി. ഉന്നതനേശു ക്രിസ്തുവിൻ നാമം ഉർവിയിലെങ്ങും ഉയർത്തിടാം. ഉന്നതനേശു ക്രിസ്തുവിൻ നാമം ഉർവിയിലെങ്ങും ഉയർത്തിടാം. ഉണർന്നിടാം, ബലം ധരിച്ചിടാം, ഉയർപ്പിൻ രാജനെഴുന്നള്ളാറായി. ഉണർന്നിടാം, ബലം ധരിച്ചിടാം, ഉയർപ്പിൻ രാജൻ എഴുന്നള്ളാറായി. ദൈവകൃപകൾ പെരുകിടട്ടെ ദൈവമഹിമയ്ക്കായി. ജീവൻ ത്യജിച്ചിടുക, വേല തികച്ചിടുവാൻ. ജീവൻ ത്യജിച്ചിടുക, വേല തികച്ചിടുവാൻ. അപ്പം എന്നോട് 100-ലധികം പാട്ടുകൾ എഴുതിയ ഒരു അമ്മച്ചിയുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, കൊച്ചുമോൾ ഈ പാട്ട് വല്ലതും അമ്മച്ചിയുടെ പാട്ട് വല്ലതും പാടാറുണ്ടോ? എല്ലാം അവർക്കറിയാം. അപ്പോഴേ ഇങ്ങനെ ഈ പാട്ട് എഴുതിയപ്പോഴേ ആരാണ്ട് ചോദിച്ചു, അതെങ്ങനെയാ അമ്മാമ്മ ജീവൻ ത്യജിച്ചാൽ പിന്നെ എങ്ങനെയാ വേല തയ്ക്കാൻ പറ്റുന്നത്? അതൊരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ. ആ ഒരു പ്രതിഷ്ഠ ഇല്ലാതെ വേല തയ്ക്കാൻ പറ്റത്തില്ല എന്നാണ്. ജീവൻ ത്യജിക്കാനുള്ള പ്രതിഷ്ഠയോടെ വേല തയ്ക്കാൻ ഒക്കത്തുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ പ്രതിഷ്ഠിക്കാൻ ദൈവം ഭാഗ്യം തന്നു. അതൊന്നും നമുക്ക് അവിടെ ഒന്നും വില പോകുന്നില്ല കർത്താവിൻ്റെ മുൻപിൽ. എന്താ ഞാൻ അതിന് എക്സാമ്പിൾ പറയേണ്ടത്? വലിയ സൂര്യപ്രകാശത്തിന് മുമ്പ് 2-3 മെഴുകുതിരി കത്തിച്ചെന്ന് പറയുന്ന പട്ടത്തരം പോലെ ഉള്ളിതൊക്കെ. ഇതൊക്കെ ഒന്നുമില്ല. എങ്കിലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമ്മൾ ഇത്രയും നിൽക്കാൻ ദൈവം കൃപ തന്നു, ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവെങ്കിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും 3/4 പേരെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ യേശുവിനെ കണ്ടിട്ടില്ലാത്തവർ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ ആയാലും ഒരു പച്ച പരമാർത്ഥമാണ് യേശു ക്രിസ്തു എന്നുള്ളതിന് ഒരു സംശയമില്ല. യേശു ക്രിസ്തുവിനെ കൂടാതെ ഒരു നന്മയുമില്ല, ഒരു രക്ഷയുമില്ല എന്നുള്ളത് ഇപ്പം എല്ലാവരും പറയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പി വരെ പറഞ്ഞു ഏറ്റവും വലിയ ഗുരു യേശു ക്രിസ്തുവാണെന്ന്.
ശിഷ്യന്മാരുടെ പാദം കഴുകിയ ഗുരുക്കന്മാർ വേറെ ആരുമില്ല. അതാണൊരു ക്വാളിഫിക്കേഷൻ. ഇത്ര വലിയ ആരെങ്കിലും കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് നിങ്ങൾ കഴുകിക്കോളാൻ പറയത്തേ ഉള്ളൂ. അതേപോലും യു ഹാവ് ടു ഡു ലൈക്ക് ദാറ്റ് എന്ന് ശിഷ്യന്മാരോട് ഒടുക്കം പറഞ്ഞു. നിങ്ങൾ ഇതുപോലെ ചെയ്യുവീൻ. ഞാനത് അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ അത് പിൻപറ്റാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഭാഗ്യമുള്ളവർക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ കാര്യങ്ങൾ, എൻ്റെ ഈ എളിയ ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ വരവെങ്കിൽ ഒരു പ്രവേശനം ലഭിക്കട്ടെ. രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ യേശുവിനെ സ്വീകരിച്ച് അവർ ജയകരമായൊരവസ്ഥയിൽ ജീവിച്ച് ദുഷ്ടലോകത്തിൽ നിന്ന് ഏതായാലും മരണം എന്നുള്ളത് ദാറ്റ് ഇസ് കമ്പൽസറി ടു ഈച്ച് ആൻഡ് എവരിബഡി. ആർക്കും മരിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മരണത്തിന് മുൻപ് ഇതൊക്കെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞ് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഓക്കെ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ച് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രാർത്ഥിക്കാൻ ദീർഘായുസ് കർത്താവ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, ബലം നൽകട്ടെ. തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി നിൽക്കുവാനും പെന്തക്കോസ്ത് സമൂഹത്തിന് തന്നെ ഒരു അനുഗ്രഹമായി നിൽക്കുവാനും കർത്താവ് വീണ്ടും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ സാധാരണ ഞാൻ അപേക്ഷിക്കാൻ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറയാറുണ്ട്. കാരണം അതിന് വലിയ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട്. പ്രിയ പ്രേക്ഷകരെ, പാസ്റ്റർ എം.ഇ. ജേക്കബിൻ്റെ പത്നി ഉണ്ണി ജേക്കബാണ് നമ്മളോട് ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രിയ ദൈവദാസി, 85 വയസ്സ്. കർത്താവ് കഴിഞ്ഞ 85 വർഷം അത്ഭുതകരമായി നടത്തി. ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ ധാരാളമായി അനുഭവിച്ചു. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പ്രതിസന്ധികൾ, വേദനകൾ, ഭാരങ്ങൾ, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ ഒക്കെ വലുതാണ്. പറയുവാൻ നിരവധിയായ കഥകളും അനുഭവങ്ങളുമുണ്ട്. എന്നാൽ വളരെ ചെറിയ അനുഭവങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ കർത്താവിൻ്റെ ദാസി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയ കർത്താവിൻ്റെ ദാസിയെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.